السلام عليكم. എണ്ണമറ്റ പണ്ഡിതർക്കുസ്താദുള്ള സാത്തി എല്ലാവർക്കും സ്നേഹഭാജനത്തിൻ സാരഥി. എണ്ണമറ്റ പണ്ഡിതർക്കുസ്താദുള്ള സാത്തി എല്ലാവർക്കും സ്നേഹഭാജനത്തിൻ സാരഥി. ത്യാഗിയായവർ സൂഫിയായവർ ഇൽമിൻ വെള്ളി പൂത്തമാനത്തമ്പിളിയവർ അമ്പിളിയവർ. എണ്ണമറ്റ പണ്ഡിതർക്കുസ്താദുള്ള സാത്തി എല്ലാവർക്കും സ്നേഹഭാജനത്തിൻ സാരഥി. ത്യാഗിയായവർ സൂഫിയായവർ ഇൽമിൻ വെള്ളി പൂത്തമാനത്തമ്പിളിയവർ അമ്പിളിയവർ. വിദ്യ നുകരുന്ന വണ്ടിനായി ദാറുൽ തുറന്നവരെ സൽഗുണധീരെ സ്നേഹത്തിൻ തൂവേ കണ്ണിയത്തുസ്താദേ. വിദ്യ നുകരുന്ന വണ്ടിനായി ദാറുൽ തുറന്നവരെ സൽഗുണധീരെ സ്നേഹത്തിൻ തൂവേ കണ്ണിയത്തുസ്താദേ. അങ്ങ് മറിഞ്ഞൊരു സ്ഥാനത്തിരിക്കുവാൻ ആരുണ്ടെന്റെ ഉസ്താദേ, ആരുണ്ടെന്റെ ഉസ്താദേ. എണ്ണമറ്റ പണ്ഡിതർക്കുസ്താദുള്ള സാത്തി എല്ലാവർക്കും സ്നേഹഭാജനത്തിൻ സാരഥി. ത്യാഗിയായവർ സൂഫിയായവർ ഇൽമിൻ വെള്ളി പൂത്തമാനത്തമ്പിളിയവർ അമ്പിളിയവർ. പുണ്യസമസ്തയ്ക്ക് നേതൃത്വം നൽകി വളർത്തിയ ജേതാവേ ഉത്തമനൂറേ ഇൽമിന്റെ ജീവേ കണ്ണിയത്തുസ്താദേ. പുണ്യസമസ്തയ്ക്ക് നേതൃത്വം നൽകി വളർത്തിയ ജേതാവേ ഉത്തമനൂറേ ഇൽമിന്റെ ജീവേ കണ്ണിയത്തുസ്താദേ. സ്വന്തം ഹയാത്തി പ്രസ്ഥാനത്തിനേകി പണ്ഡിത ജേതാവേ, പണ്ഡിത ജേതാവേ. എണ്ണമറ്റ പണ്ഡിതർക്കുസ്താദുൽ അസാത്തി എല്ലാവർക്കും സ്നേഹഭാജനത്തിൻ സാരഥി. ത്യാഗിയായവർ സൂഫിയായവർ ഇൽമിൻ വെള്ളി പൂത്തമാനത്തമ്പിളിയവർ അമ്പിളിയവർ. എന്നും എളിമയിൽ ജീവിതം കാട്ടിയ മാതൃക നേതാവേ കണ്ണിനൊളിവേ കൽവിൻ കുളിരേ കണ്ണിയത്തുസ്താദേ. എന്നും എളിമയിൽ ജീവിതം കാട്ടിയ മാതൃക നേതാവേ കണ്ണിനൊളിവേ കൽവിൻ കുളിരേ കണ്ണിയത്തുസ്താദേ. റഈസുൽ മുഹഖിഖീൻ എന്ന സ്ഥാനമിൽ എങ്ങും അറിഞ്ഞോരേ, എങ്ങും അറിഞ്ഞോരേ. എണ്ണമറ്റ പണ്ഡിതർക്കുസ്താദുൽ അസാത്തി എല്ലാവർക്കും സ്നേഹഭാജനത്തിൻ സാരഥി. ത്യാഗിയായവർ സൂഫിയായവർ ഇൽമിൻ വെള്ളി പൂത്തമാനത്തമ്പിളിയവർ അമ്പിളിയവർ. എണ്ണമറ്റ പണ്ഡിതർക്കുസ്താദുൽ അസാത്തി എല്ലാവർക്കും സ്നേഹഭാജനത്തിൻ സാരഥി. ത്യാഗിയായവർ സൂഫിയായവർ ഇൽമിൻ വെള്ളി പൂത്തമാനത്തമ്പിളിയവർ അമ്പിളിയവർ അമ്പിളിയവർ.
السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا صفي الله، الصلاة والسلام عليك يا خير خلق الله. വേദിയിലിരിക്കുന്ന തടയരായ ഉസ്താദുമാരെ, അനുഗ്രഹീതമായി ഈ സദസ്സിൽ സംഗീതരായ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ മാന്യരായ യുവ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭാരമായ അനുഗ്രഹത്തോടെയാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അല്ലാഹു ഈ സംഗമത്തെ നമുക്ക് എത്തിച്ചു തരട്ടെ. നമ്മൾ ഇവിടെ പറഞ്ഞു പോയി നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നാമായി ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ, എല്ലാവരുടെ ഖബറുകളും അല്ലാഹു സ്വർഗ്ഗത്തിന്റെ തോപ്പാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക്, നമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അല്ലാഹു അവന് പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹായ മക്കളാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൗലിച്ചുരച്ച് ഈ ലോകം വിട്ട് വിട പറഞ്ഞു പോകുന്ന മഹാനായ ശംസുൽ ഉലമയൊക്കെ വിട പറഞ്ഞു പോയ പോലെയുള്ള ഒരു നല്ല മരണത്തെ അല്ലാഹു നമുക്ക് കുടുംബത്തിനും എത്തിച്ചു തരട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിന്റെ വാർഷിക ആഘോഷത്തോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന വാർഷികാഘോഷവും അതുപോലെ തന്നെ സമൂഹ വിവാഹവും എന്ന മഹത്തായ ഒരു കർമ്മത്തിന്റെ നാന്ദി കുറിക്കപ്പെട്ട ഒരു വേളയിലാണ് നമ്മളുള്ളത്. വിശാലമായ ഒരു ചരിത്രത്തിലെ ചില നേർക്കാഴ്ചകൾ പറഞ്ഞു തീർക്കാൻ ഒരുപാട് സമയം അനിവാര്യമായി വേണ്ടി വരും. പക്ഷെ നമുക്ക് മുന്നിലുള്ളത് കേവലം അല്പസമയം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ മുഖമുര ഒന്നുമില്ലാതെ നടത്താതെ ഈ ചരിത്ര സത്യത്തിലേക്ക് അനുഗ്രഹീതമായ ഒരു അവതരണ ഗാനത്തോടെ ഇസ്ലാമിക യുദ്ധകഥകളിലെ വേറിട്ട് നിൽക്കുന്ന ഒരു അധ്യായമാണ് നമുക്കിന്നിവിടെ ചർച്ച ചെയ്യാനുള്ളത്. നോട്ടീസിൽ ഖൈബറിലെ പുലിക്കുട്ടി എന്നതാണ് ഇവര് നോട്ടീസ് ചെയ്തതെങ്കിലും ഉഹദിന്റെ കണ്ണുനീർ പറയണം എന്നാണ് ഇവരാവശ്യപ്പെടുന്നത്. ഉഹദായാലും ഖൈബറായാലും ഇസ്ലാമിന് വേണ്ടി, ഈ വിശുദ്ധ മതത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാ സഹാബ കിറാമിന്റെ ചരിത്രത്തെയാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഉഹദിന്റെ കണ്ണുനീർ എന്ന കഥ പറയുകയാണെങ്കിൽ മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലെ സമാനതയില്ലാത്ത ഒരു ധീര രക്തസാക്ഷ്യത്തിന്റെ കഥയാവാം നമുക്ക് പറയാനുള്ളത്. ഖൈബറാണെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ എന്നവരെ കണ്ടിട്ടില്ലാത്ത ധീര യുദ്ധം നടത്തിയ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയാവും പറയുന്നത്. എന്നാൽ ഉഹദ് പറയണം എന്നാവശ്യപ്പെടുമ്പോൾ നമുക്ക് ഉഹദിന്റെ കണ്ണുനീരിലേക്ക് തന്നെ കടന്നു പോകാം. വർത്തമാന കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്തിനാണ് ഉഹദ് എന്ന ചരിത്രത്തെ എടുത്ത് പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് പഴയ കാലഘട്ടത്തിന്റെ ചരിത്രമുത്തുകളിൽ നിന്ന് വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന മാനവ നമുക്കൊരുപാട് സന്ദേശങ്ങളുണ്ടെന്നാണ്. വിശദമായി മതത്തിന് വേണ്ടി ജീവത്യാഗവും അർപ്പണവും നടത്തിയ മഹാന്മാരായ സഹാബ കിറാമിന്റെ ജീവിതത്തിലെ
അവരനുഭവിച്ച ത്യാഗത്തിന്റെ തീച്ചൂളയെ ഒന്ന് പരിചയപ്പെടുകയും അവരെ പോലെയാകാനാവുന്നില്ലെങ്കിലും അതിന്റെ 1000-ൽ ഒരംശമായി മാറാനെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത് ചെയ്യാൻ മനസ്സുണ്ടാക്കിയെടുക്കുകയെന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ മുഖപര വർദ്ധിപ്പിക്കുന്നില്ല. വലിയ ഒരു ചരിത്രമാണ് ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം. 2-3 ദിവസമൊക്കെ നീട്ടി പറയേണ്ട ഒരു കഥയെ കേവലം 1-2 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് പറയുക എന്നത് വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാനുള്ളത്. എന്നാലും നമുക്കതിന്റെ ചില നല്ല നേർക്കാഴ്ചകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലതിനു വേണ്ടി ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്കും നാമായി ബന്ധപ്പെട്ടവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. Hello, test. Hello, test. Hello. മക്കത്ത് പൂത്തൊരു ഈത്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കൊത്ത മുഹമ്മദ് നടക്കൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈത്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കൊത്ത മുഹമ്മദ് നടക്കൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈത്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്ത് ബിലാലിന്റെ ബാങ്കുലി പരത്തണ കാട്ടലയായെങ്കിൽ മുമ്പരാമന്തിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്ന് പിറന്നെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈത്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ സത്യമുഹമ്മദ് ഉദിച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യസലാമത്തൊഴുകും പുരിയിൽ പൊൻകിളിയായില്ല സത്യമുഹമ്മദ് ഉദിച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യസലാമത്തൊഴുകും പുരിയിൽ പൊൻകിളിയായില്ല വീരഭദ്ര സുഹദാക്കളെ കയ്യിലെ വാൾമുനയായില്ല ശൂരിതരായൊരു അലിയാർ തങ്ങളെ വീര്യവും കിട്ടിയില്ല ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ മക്കത്ത് പൂത്തൊരു ഈത്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കൊത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ പുണ്യപ്പൊരുളാം ഖുർആൻ കേട്ട ഹിറാ ഗുഹയായില്ല
പുളകപ്പൊലിവാം സംസമിൻ നാട്ടിലെ ഒട്ടകമായില്ല. പുണ്യപ്പൊരുളാം ഖുർആൻ കേട്ട ഹിറാഗുഹയായില്ല. പുളകപ്പൊലിവാം സംസമിൻ നാട്ടിലെ ഒട്ടകമായില്ല. അൻസാരി തങ്ങളെ ആശ്രിതനാവാൻ ഭാഗ്യവും കിട്ടിയില്ല. അഷ്റഫുൽ ഖൽഖിന്റെ പൂമൊഴി കേൾക്കാൻ ഭാഗ്യവും കിട്ടിയില്ല. ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ, ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ. മക്കത്ത് പൂത്തൊരു ഈത്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത് മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്ത് ബിലാലിന്റെ ബാങ്കുലി പരത്തണ കാത്തലയായെങ്കിൽ മുമ്പരാമന്തിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്ന് പിറന്നെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈത്തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കൊത്ത മുഹമ്മദ് നടക്കൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്തനബിയോട് സലാം പറയാനും വിശുദ്ധ റൗള കാണാനും പരിശുദ്ധ മക്കയിൽ ചെല്ലാനും ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉഹദ് യുദ്ധഭൂമിയിലെ വിശാലമായ ചരിത്ര സത്യത്തിന്റെ ഒരു നേരിയ നേർക്കാഴ്ചയിലേക്ക് എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചരിത്രത്തിന്റെ സത്യങ്ങളിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലാം. അതെ, അല്ലാഹു അല്ലാഹ് തുണയാലേ ഓതാം ഞങ്ങൾ ഗാഥയിത്. അല്ലാഹു അല്ലാഹ് തുണയാലേ ഓതാം ഞങ്ങൾ ഗാഥയിത്. ആരംഭ മുത്ത് റസൂലിൽ ഞങ്ങളുരൈതു സ്വലാത്തുമിത്. ആരംഭ മുത്ത് റസൂലിൽ ഞങ്ങളുരൈത സ്വലാത്തുമിത്. അല്ലാഹു അല്ലാഹ് തുണയാലേ ഓതാം ഞങ്ങൾ ഗാഥയിത്. അല്ലാഹു അല്ലാഹ് തുണയാലേ ഓതാം ഞങ്ങൾ ഗാഥയിത്. ആരംഭ മുത്ത് റസൂലിൽ ഞങ്ങളുരൈതു സ്വലാത്തുമിത്. ആരംഭ മുത്ത് റസൂലിൽ ഞങ്ങളുരൈത സ്വലാത്തുമിത്. ശുക്രാലേ ഓതിടാ ദിക്റോതി പാടിടാ. ശുക്രാനേ ഓതിടാം ദിക്റോതി പാടിടാം. ശുക്രാനേ ഓതിടാം ദിക്റോതി പാടിടാം. അതെ, ശുക്റും ദിക്റും ഒക്കെ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ വിശുദ്ധമായ മക്കാപട്ടണം, പരിശുദ്ധമായ മസ്ജിദുൽ ഹറം, ഈ പള്ളിയുടെ ഏറ്റവും മുമ്പിലുള്ള അല്ലെങ്കിൽ കയറിപ്പോകാവുന്ന വഴിയിലെ അരികിൽ രണ്ടു ചെറുപ്പക്കാരെ താടിക്ക് കൈകൊടുത്തിട്ട് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ആ കാലഘട്ടത്തിന്റെ മക്കയിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് അവകാശപ്പെടാവുന്ന അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്ന് പറയുന്ന മനുഷ്യൻ അതുവഴി വന്നത്. സാധാരണ അബൂ സുഫിയാൻ വരുന്ന വഴിയിൽ ജനങ്ങൾ നിൽക്കില്ല, ഇത്ര ബഹുമാനാണ് ആ മനുഷ്യനോട്. ഖുറൈശികളുടെ അബുൽ ഹക്കമിന് ശേഷം അബൂ ജഹൽ എന്ന് പറയുന്ന ബദറിൽ കൊല്ലപ്പെട്ടു പോയ പുണ്യ ഹബീബിന്റെ ഏറ്റവും വലിയ ശത്രുവിന് ശേഷം മക്ക പട്ടണത്തിൽ എല്ലാവരും ഖുറൈശികൾ ഏറെ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ് അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ നടന്നു വരുന്ന വഴിയിലാണ് താടിക്ക് കൈകൊടുത്ത് വിദൂരതയിലേക്ക് നോക്കിയിട്ട് അവരങ്ങനെ ഇരിക്കുന്നത്.
അയാളുടെ അടുത്ത് വന്ന് ഒന്ന് ശങ്കിച്ചു നിന്നിങ്ങനെ നോക്കി, രണ്ടാളെയും ഒന്നും വേണ്ടിയില്ല. കൈബാലയത്തിലേക്ക് പോയി അബൂ സുഫിയാൻ. ജാഹിലിയ കാലഘട്ടത്തിലെ പ്രദക്ഷിണവും കഴിഞ്ഞു അബൂ സുഫിയാൻ തിരികെ വരികയാണ് വീണ്ടും ആ ചെറുപ്പക്കാരിലേക്ക്. അവരപ്പോഴും അതേ ഇരുത്തത്. കുറെ അവരുടെ മുഖത്തേക്ക് നോക്കി അവർ തന്നെ ഗവനിക്കുന്നില്ല എന്ന് തോന്നിയപ്പോ അബൂ സുഫിയാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രയാസം എന്താണെന്ന് എനിക്ക് ഏകം നന്നായിട്ട് അറിയാം. നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ ഞാൻ ദാറുൻ നദ്വയിൽ യുവാക്കൾക്ക് വേണ്ടി മാത്രം ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, പറ്റുമെങ്കിൽ നിങ്ങൾ അവിടേക്ക് വാ എന്ന് പറഞ്ഞു. അപ്പോഴും ആ ചെറുപ്പക്കാരൊന്നും വേണ്ടിയില്ല. അബൂ സുഫിയാൻ അങ്ങനെ നടന്നുപോയി. അവരങ്ങനെ ഇരിപ്പ് തുടരുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് മക്കയിൽ യുവാക്കളൊക്കെ ഓടാൻ തുടങ്ങി ദാറുൻ നദ്വയിലേക്ക്. ദാറുൻ നദ്വ എന്ന് പറഞ്ഞാൽ ഖുറൈശികൾ മീറ്റിംഗ് ചെയ്തിരുന്ന ഒരു വലിയ ഹാളാണ്. ആ ദാറുൻ നദ്വ എന്ന് പറയുന്ന സമ്മേളന ഹാൾ ഉണ്ടാക്കിയത് അബൂ താലിബാണ്. ആ സമ്മേളന ഹാളിലേക്ക് ജനങ്ങൾ ഒഴുകി വരികയാണ്. ചെറുപ്പക്കാർ മുഴുവൻ സമ്മേളന ഹാളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. വാതിലിന്റെ മറവ് പറ്റി കുറെ ആൾക്കാർ നിൽക്കുന്നു, അകത്തോട്ട് കയറാൻ കഴിയാതെ. അപ്പോഴാണ് ഇന്നലെ പള്ളിയിൽ നിന്ന് 2 ചെറുപ്പക്കാരും വന്നിട്ട് ആ വാതിലിന്റെ അടുത്ത് നിന്നു. അകത്തേക്ക് കയറാൻ അവർക്കും പറ്റിയില്ല. അബൂ സുഫിയാൻ എന്ന നേതാവ് അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അയ്യോ ലഹ്വാൻ, നിങ്ങളെ വിളിച്ചു കൂട്ടിയത് വളരെ പ്രധാനമായ ഒരു കാര്യം പറയാനാണ്. ജനങ്ങളിങ്ങനെ സാഹൂതം നോക്കി നിൽക്കുകയാണ്. എന്താണ് അബൂ സുഫിയാന് പറയാനുള്ളത്? അബൂ സുഫിയാൻ അവരോട് പറഞ്ഞു, ഞാൻ ഒരു കൊല്ലമായി എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹിന്ദിന്റെ കൂടെ ഒരു കൊല്ലായി കിടന്നുറങ്ങാത്തത്. എന്റെ ഭാര്യയുടെ കൂടെ ഒരു കൊല്ലമായി ഞാൻ കിടന്നുറങ്ങാത്തത് എന്ന് അബൂ സുഫിയാൻ. ആ സമയത്ത് ബാക്കിൽ നിന്നൊരു ചെറുപ്പക്കാരനാരോ കമന്റ് അടിച്ചു, അവനവന്റെ ഭാര്യയുടെ കൂടെ ഒരു ഭർത്താവിനെ കിടക്കാനാവുന്നില്ല എന്നത് ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയേണ്ട കാര്യമല്ല, അത് അവനവന്റെ നട്ടലില്ലായ്മയാണ്. അബൂ സുഫിയാൻ ആ ഭാഗത്തേക്ക് നോക്കി. പറഞ്ഞ ചെറുപ്പക്കാരൻ മെല്ലെ തല താഴ്ത്തി വെച്ചിട്ടിരുന്നു. അബൂ സുഫിയാൻ അവരോട് പറഞ്ഞു, എന്റെ വാക്കിന് കൃത്യമായ പ്രതികരണം തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഞാൻ എന്റെ ഭാര്യ ബദറിൽ കൊല്ലപ്പെട്ടു പോയ തുഹൈമത്തിന്റെ മകൾ ഹിന്ദിന്റെ കൂടെ ഒരു കൊല്ലമായി ഞാൻ കിടന്നുറങ്ങിയിട്ട്, ഒരു കൊല്ലമായി എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ട്, മാത്രമല്ല ഒരു കൊല്ലമായി എന്റെ പെണ്ണ് തലയിലെ മുടിയൊന്ന് കെട്ടിയിട്ട്, ഒരു കൊല്ലമായി എന്റെ പ്രിയപ്പെട്ടവൾ തലയിൽ എണ്ണയൊന്ന് പുരട്ടിയിട്ട്, ഒരു കൊല്ലമായി എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ സുഖം എന്തെന്നറിഞ്ഞിട്ട്. ഇതവളുടെ കൽബിന്റെ അകത്തൊരു ദുഃഖമുള്ളത് കൊണ്ടാണ്. ആ ദുഃഖം അവളുടെ മാത്രം ദുഃഖമല്ലല്ലോ, അത് നിങ്ങളുടെ ദുഃഖമാണ്. മക്കയിൽ ഒരുപാട് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയ ഭാര്യമാരുടെ ദുഃഖം, ഒരുപാട് പിതാക്കന്മാർ നഷ്ടപ്പെട്ടു പോയ മക്കളുടെ ദുഃഖം, ഒരുപാട് കുട്ടികൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ദുഃഖം പറഞ്ഞു തീർത്തിട്ടില്ലടോ. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് മതി നിങ്ങളുടെ പ്രതികരണം. എന്ന പറയട്ടെ പറയട്ടെ നിലനിൽപ്പ് നമുക്കുണ്ടോ, പറയാതെ തരമില്ല ത്യാഗം. തിജാറത്ത് സിറിയയിൽ നടത്തുവാൻ നമുക്കിന്ന് മദീനയല്ലാതെ ഏതാ മാർഗം. ബദറിന്റെ മണ്ണിൽ അബൂജാഹിൽ വീണു, ഉത്ബത്ത് കൂടെ ശൈബത്ത് കാണു. ബദറിന്റെ മണ്ണിൽ അബൂജാഹിൽ വീണു, ഉത്ബത്ത് കൂടെ ശൈബത്ത് കാണു. അപമാനമേറി അതിനാലെ കൂറി പ്രതികാരം ചെയ്യാൻ സമയമായി. പറയട്ടെ പറയട്ടെ നിലനിൽപ്പ് നമുക്കുണ്ടോ, പറയാതെ തരമില്ല ത്യാഗം. തിജാറത്ത് സിറിയയിൽ നടത്തുവാൻ നമുക്കിന്ന് മദീനയല്ലാതെ ഏതാ മാർഗം. എന്തുകൊണ്ടാണ് അവൾ എന്റെ കൂടെ കിടക്കാത്തത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അവളുടെ കൽവിൽ ഒരു ദുഃഖമുണ്ട്, അത് നിങ്ങളുടെ ഒക്കെ ദുഃഖമാണ്. ഇന്ന് നമ്മുടെ മക്ക പട്ടണം ഉണങ്ങിയിട്ടുണ്ട്.
അത് പച്ച പിടിക്കണമെങ്കിൽ കച്ചവടം നടക്കണം. കച്ചവടം ഏറ്റവും നന്നായി നടക്കുന്നത് ഷാമിലാണ്. ഷാം എന്നത് പ്രധാനമായും ഷാമിന്റെ ഭാഗം സിറിയയാണ്. സിറിയയിലേക്ക് കച്ചവടത്തിന് പോകണമെങ്കിൽ മദീനയുടെ അരികിലൂടെ പോകണം. മദീനയുടെ അരികിലൂടെ പോയാൽ മുഹമ്മദ് പിടിക്കും നമ്മളെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു കച്ചവട സംഘത്തെ നയിച്ചു കൊണ്ടുപോയ എന്നെ പിടിക്കാൻ തീരുമാനിച്ച തീരുമാനത്തിന്റെ അറുതിയാണ് ഒരു കൊല്ലം മുമ്പ് സംഭവിച്ച ബദർ. ആ ബദർ യുദ്ധത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അബുൽ ഹകം, ഉത്ബ, ശൈബ, വലീദ്, ഉസ്സ, അസ്വദ്, അംർ, ഉബയ്യ് ബിൻ ഖലഫ്, ഉമയ്യത്ത് ഇവരൊക്കെ ചത്തൊടുങ്ങി. ഇവരുടെ വിയോഗം മക്കക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടമാണ്. അങ്ങനെ നമ്മുടെ നേതാക്കന്മാരെ കൊന്നൊടുക്കിയിട്ട് മദീനത്ത് വിരാജിക്കുന്ന മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അഹന്തക്കൊരു പ്രതികാരം നടത്താൻ, അഥവാ ബദറിനൊരു പ്രതികാരം നടത്താൻ ഞാൻ തീരുമാനിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതാണ് ചോദ്യം. ബദറിനൊരു പ്രതികാരം നടത്താൻ ഞാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സദസ് ഒന്ന് ഇളകി. പെട്ടെന്ന് വാതിലിന്റെ മറവിൽ നിൽക്കുന്ന ഇന്നലത്തെ രണ്ട് ചെറുപ്പക്കാരില്ലേ, അവർ ചാടി വീണു അബൂ സുഫിയാന്റെ മുന്നിലേക്ക്. എന്നിട്ട് അവർ അബൂ സുഫിയാന്റെ ഇടത്തെയും വലത്തെയും കൈപിടിച്ച് പൊക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ബേഷ് പോലെ ബേഷ്. അബൂ സുഫിയാൻ, ഇന്നലെ നിങ്ങളുടെ നാവിൽ നിന്ന് ഈ വാക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളോട് മിണ്ടാതിരുന്നത്. ആ രണ്ട് ചെറുപ്പക്കാരും അത് വിളിച്ചു പറഞ്ഞപ്പോ സദസാവേശം കൊണ്ട് വീണ്ടും ഒന്ന് ഉണർന്നു. കാരണം ആ രണ്ട് ചെറുപ്പക്കാർ മക്കയിലെ യുവാക്കളുടെ നേതാക്കന്മാരായിരുന്നു. ഒരാൾ പിൽക്കാലത്ത് ഇസ്ലാമിന്റെ വിപ്ലവ പോരാളിയായ സൈഫുല്ലാഹി ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുമാണ്. മറ്റൊരാൾ ബദറിൽ ചത്തുപോയ അബൂജഹലിന്റെ മകൻ ഇക്രിമയുമാണ്. ഈ രണ്ടുപേരുമാണത് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും ഇസ്ലാമിന്റെ പിന്നാലെ പിൽക്കാല പോരാളികളാണ്. ഈ രണ്ടുപേരെ ജനങ്ങൾ കണ്ട ആവേശത്തിലായി. അവരെല്ലാം ചോദിച്ചു അബൂ സുഫിയാനോട്, ഇപ്പൊ പോകണോ, നമുക്ക് ഈ സമയത്ത് പോകണോ? അബൂ സുഫിയാൻ പറഞ്ഞു, വേണ്ട. ഒരു ഒരുക്കമില്ലാതെ പോയത് കൊണ്ടാണ് ബദറിൽ തോറ്റുപോയത്. ഒന്ന് ഒരുങ്ങിയിട്ട് പോകണം. ഞാൻ പറയുമ്പോൾ റെഡിയായാൽ മതി. പക്ഷേ അതിനിടയിൽ ഞാനൊരു പിരിവ് നടത്താൻ പോവാണ്. ഒരു പിരിവ് ഇതില്ലാത്ത ഒരു സ്ഥലം ഉണ്ടാവില്ല. അന്ന് ദാരുണതവയിൽ വരെ പിരിവുണ്ട്. ഒരു പിരിവ് നടത്താൻ പോവാണ്. അബൂ സുഫിയാൻ ഒരു തട്ടെടുത്ത് രണ്ട് ചെറുപ്പക്കാരെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി പറഞ്ഞു. അവര് ദാറുന്നത സമ്മേളന കാള് കറങ്ങിത്തിരിഞ്ഞിട്ട് അബൂ സുഫിയാന്റെ മുന്നിൽ കൊണ്ടുവച്ചത് 1,60,000 ദിർഹമാണ്. കാലം 1400 കൊല്ലങ്ങൾക്കപ്പുറം. 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് 1,60,000 ദിർഹം കൊണ്ടുവന്നിട്ട് അബൂ സുഫിയാന്റെ മുന്നിൽ വെച്ചു. മൂല്യം എത്രയെന്ന് ഇന്നിരുന്ന് കണക്കൂട്ടണ്ട, അത്ര വലിയ മൂല്യം. അതവരെ കൊടുക്കാൻ പ്രേരിപ്പിച്ചത് ഇസ്ലാമിനോടുള്ള ബദ്ധവൈരമാണ്, ശത്രുതയാണ്. വിശിഷ്യ മുഹമ്മദ് നബിയോടുള്ള പ്രതികാര ചിന്തയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് 1,60,000. എത്ര പെട്ടെന്ന് പൈസ ഉണ്ടാക്കി ഒന്നിങ്ങനെ കറങ്ങിയിട്ടുകൾക്ക് നമ്മളൊരു ബക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ നടന്നു നോക്കിയാട്ടെ എത്ര കിട്ടുമെന്ന് എണ്ണീറ്റ്. അപ്പോ പിരിവ് നടന്നിട്ടപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, നിങ്ങളിൽ പലരുടെയും കച്ചവട ചരക്കുകൾ, മുതലുകൾ എന്റെ കയ്യിലുണ്ട്. ഞാനത് കച്ചവടം നടത്തിയിട്ട് കുറെ ലാഭമുണ്ട്. ലാഭമെല്ലാം യുദ്ധഫണ്ടിലേക്ക് എടുക്കും, മുതൽ മാത്രം നിങ്ങൾക്ക് തിരിച്ചു തരും. ജനങ്ങൾ പറഞ്ഞു, മുതലും വേണ്ട, ലാഭം എടുത്തോ, മുതലും എടുത്തോ, രണ്ടും എടുത്തോ, നമുക്ക് വേണ്ട. നമുക്കാകെ വേണ്ട എന്താ, മുഹമ്മദ് നബിയെ തകർക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സുഫിയാൻ പറഞ്ഞു, ലാഭം മതി, മുതലും ഞാൻ തിരിച്ചെടുത്തോ. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്ന സമയത്ത് ഇറങ്ങണം, എല്ലാവരും ഒരുങ്ങി നിന്നോളും. ദാറുന്നത സമ്മേളന ഹാള് പിരിച്ചുവിട്ടു. ജനങ്ങൾ മുഴുവൻ ആവേശത്തിലാണ്. അവർക്ക് ബദറിന് പ്രതികാരം ചെയ്യണം, അതൊരു വല്ലാത്ത ആഗ്രഹം. ഈ സമയത്ത് മക്കയിലെ പെണ്ണുങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഒരു പെണ്ണിങ്ങനെ കയറി ഇറങ്ങുന്ന കണ്ടു. ഒരു പെണ്ണ് മക്കയിലെ പ്രഗത്ഭരായ ചില ആളുടെ വീടുകളിലേക്ക്, അവരുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് ഒരു പെണ്ണുങ്ങൾ. അതാരുമല്ല, അത് മറ്റാരുമല്ല, നമ്മുടെ ഹിന്ദാണ്, അബൂ സുഫിയാന്റെ ഭാര്യ. അബൂ സുഫിയാന്റെ ഭാര്യ അബൂ സുഫിയാൻ കാണാണ്ട് ഓരോ പെണ്ണുങ്ങളെ പുറേ പോയിട്ട് പെണ്ണുങ്ങളൊക്കെ വിളിച്ചുകൂട്ടി, ഇങ്ങ് വാടി, ഇന്റെ മാപ്പിള യുദ്ധത്തിന് പോകുന്നുണ്ടാ? ആ പോന്നെന്ന് പറയുന്ന കേട്ട്. എന്നാ നീയും വരണോ? എന്തിന്? ഇന്റെ മാപ്പിളിനെ എനിക്കറിഞ്ഞൂടെ? അവര് വാള് പൊക്കിയാൽ നമ്മളെ ഭർത്താക്കന്മാർ ഉടുത്തവും പൊക്കിയോളൂ. അത് പാടില്ല. അവർ യുദ്ധക്കളത്ത് നോടാൻ തീരുമാനിച്ച് അവരെ തിരിച്ച് യുദ്ധക്കളത്തിലേക്ക് തട്ടിവിട്ടു കൊടുക്കണം. ഓടിയ ഭീരുക്കളായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് രക്തക്കളത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവന്റെ ഭാര്യാവലാണ്. അതാ നല്ലതെന്നാണ്. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു, ശരിയല്ലേ, കുറെ കാലായി ഓരോരുത്തരെയും കൊണ്ട് കുഞ്ഞിട്ട് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ.
അങ്ങനെയുണ്ട്, ചില പെണ്ണുങ്ങളെ കൊണ്ട് കുടുങ്ങിപ്പോകും. ഭർത്താവും ഭാര്യയെ തെറ്റിയിട്ട് ഭയങ്കര ഭയക്കായിട്ട് എപ്പോ അടിപിടി കൂടുന്നത് അയൽവക്കത്തെ പെണ്ണുങ്ങൾ നോക്കൂ. അപ്പോ ഓളെപ്പം പറയും ഇവനോട്, മരിച്ചാൽ നിങ്ങൾ വിടൂല, ശൈത്താനേറ്റവും വരൂ. അവസാനോട് ഇവിടെ മരിക്കുകയും ചെയ്തു. ഇവിടെ ആദ്യം തന്നെ മരിച്ചു. ഇവിടെ കവറടക്കിയിട്ട് വരുമ്പോ ഇവൻ വല്ലാണ്ട് ചിരിക്കുന്നു ഈ മാപ്പിള. അപ്പൊ അയൽവക്കക്കാർ പറഞ്ഞു ചിരിക്കണ്ടട്ടാ, ഓള് കവറ് മാതിയിട്ട് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു അതിന് വേറെ ആളെ നോക്കണം, ഞാൻ ഓളെ കമറ്റിക്കടത്തിയിട്ടാ കൂച്ചിട്ട് മാന്താൻ തുടങ്ങി അടി പോന്നേലാണ്ട് പേരോട്ട് വരില്ല. ഹിന്ദു ഓരോ വീട്ടിലും കയറിയിട്ട് പറഞ്ഞു, നിങ്ങളും എന്റെ കൂടെ വരണം, ഞാനുണ്ടാകും നേതാവ്. പെണ്ണുങ്ങൾ ഒരുങ്ങി ഒരു ഭാഗത്ത്. ബദറിൽ പടവെട്ടി പരാജയം പൂണ്ട കുറേശി പ്രമാണികളൊത്ത് ഉഹദിൽ പകരം പക വീട്ടിടുവാനവർ കള്ളണിയായി. ഒരു ദിനം ബദറുൽ ഹുദയാസി നബിയും സ്വഹാബികളും നിലയായി. ബദറിൽ പടവെട്ടി പരാജയം പൂണ്ട കുറേശി പ്രമാണികളൊത്ത് ഉഹദിൽ പകരം പക വീട്ടിടുവാനവർ കള്ളണിയായി. ഒരു ദിനം ബദറുൽ ഹുദയാസി നബിയും സ്വഹാബികളും നിലയായി. ഹംസത്തോരും മറ്റും സ്വഹാബികളൊരുങ്ങി പടയങ്കി അണിയുള്ള കുറേശികൾ ഇറങ്ങി. ഹംസത്തോരും മറ്റും സ്വഹാബികളൊരുങ്ങി പടയങ്കി അണിഞ്ഞുള്ള കുറേശികൾ ഇറങ്ങി. പലതരത്തിലും താടി കാഹളങ്ങൾ മുഴങ്ങി പരിശുദ്ധ തക്ബീറിൻ ധ്വനിയങ്ങ് മുഴങ്ങി പഹകര മനം ഞെടുങ്ങി. അതു കേട്ട് ഊഹരുന്ന മല കിടുങ്ങി. ബദറിൽ പടവെട്ടി പരാജയം പൂണ്ട കുറേശി പ്രമാണികളൊത്ത് ഉഹദിൽ പകരം പക വീട്ടിടുവാനവർ കള്ളണിയായി. ഒരു ദിനം ബദറുൽ ഹുദയാസി നബിയും സ്വഹാബികളും നിലയായി. മക്കയിൽ ബദറിന്റെ പ്രതികാരത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഖുറൈശികൾ. പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടി ഹിന്ദ് പറഞ്ഞു, ഭർത്താക്കന്മാരോടൊന്നും വിവരം പറയേണ്ട, അവരറിഞ്ഞാൽ നമ്മളെ കൂട്ടൂല, അതുകൊണ്ട് അവർ ഇറങ്ങുമ്പോൾ ബേക്കിലങ്ങ് ഇറങ്ങാന്ന്. പെണ്ണുങ്ങൾ ഒരു ഭാഗത്തൊരുങ്ങി. ആ സമയത്ത് ഹിന്ദ് തന്റെ അടിമയായ വക്ഷിയെ വിളിച്ചു. വക്ഷിയോട് പറഞ്ഞു, വക്ഷി, നീ കുറെ കാലായില്ലേ എന്റെ അടിമയായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു, നിനക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? വക്ഷി പറഞ്ഞു, സ്വാതന്ത്ര്യം തരണ്ടേ, തരാണ്ടിത് കിട്ടുമോ? എന്നാൽ ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരാം. രക്ഷപ്പെട്ടു. പക്ഷെ ഒരു ചെറിയ ഉപകാരം ചെയ്യണം. സ്വാതന്ത്ര്യം തരണമെങ്കിൽ മോചനദ്രവ്യം കൊടുക്കണം. മുതലാളി പറയുന്ന പൈസ കൊടുത്താലേ അടിമക്ക് അടിമത്ത മോചനം കിട്ടും. പൈസ ഒന്നും നീ എനിക്ക് തരണ്ട, പക്ഷെ ഒരു ഉപകാരം ചെയ്താൽ മതി. എന്താ? നിനക്ക് സ്വാതന്ത്ര്യം തരണമെങ്കിൽ നീ 3 ആളെ കൊല്ലണം. ബഷീർ പറഞ്ഞു, അത് ഞാൻ ഏറ്റു. അപ്പൊ ഹിന്ദ് ചോദിച്ചു, ആരൊക്കെ കൊല്ലണ്ടെന്നറിയോ? അതറിയില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ആദ്യം കൊല്ലേണ്ടത് നിങ്ങളെ തന്നെ, പിന്നെ നിങ്ങളെ മാപ്പിള്ളിയുമില്ല. അതാണ് രണ്ടാമത്തെ മുസീബത്ത്. മൂന്നാമത്തത് പിന്നെ എണ്ണം തേക്കാൻ വേണ്ടി വയ്ക്കുന്ന ആരെങ്കിലും ഒന്നുമില്ല, 3 ആളെ കൊന്നാ റെഡി. അപ്പൊ പറഞ്ഞു, ഞാൻ പറയുന്ന 3 ആളെ കൊല്ലണം. അതാരാ? ഒന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇങ്ങനെ നോക്കി എന്തിന്റെ മുഖത്ത് ആക്കി. 2 ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഇങ്ങനെ നോക്കന്നെ ചിരിച്ചുകൊണ്ട്. 3 അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പക്ഷെ പറഞ്ഞു, നല്ല സെലക്ഷൻ കേട്ടാ, പക്ഷെ നടക്കൂല. സെലക്ഷൻ അങ്ങനെ മോശമുണ്ടല്ല, സംഗതിയൊക്കെ ഉഷാറാ, പക്ഷെ സംഭവം നടക്കൂല. ഈ 3 ആരാന്ന് നിങ്ങളെ വിചാരം വെച്ചു. അപ്പൊ ഹിന്ദ് പറഞ്ഞു, 3 ആളെ കൊല്ലണം എന്നാണ് എന്റെ ആഗ്രഹം, പക്ഷെ 3 കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും 1 കൊന്നാൽ മതി. ഏതെങ്കിലും ഒരാളെ കൊന്നാൽ നിനക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പൊ വൈശ്യ പറഞ്ഞു, അല്ല ഹിന്ദേ, വേറൊരു 30 കൊന്നുതരാം, പക്ഷെ ഈ 3 നടക്കൂല. കാരണം ഇത് നടക്കാത്ത കേസ് തന്നെയാണ്. എന്തെങ്കിലും നടക്കണ്ടേ? ഹിന്ദു വിടുന്നില്ല. ഹിന്ദു ശരിക്ക് പറയണ്ടേ? അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട്, ഭാര്യന്റെ കബറടക്കിയിട്ട് ഭർത്താവ് വരുമ്പോ ഇടിമുട്ടാൻ തുടങ്ങിയ ഓൻ പറഞ്ഞു, ഓ ഇവളെ അങ്ങെത്തിയാട്ടാ തുറക്കോയപ്പോ ആടിയും തുടങ്ങി. ആടെന്നറിഞ്ഞ ഇവിടെ എത്തൂല, നേരിട്ട് പറയാം.
ഓഹദ മലമ എത്തിയാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. കയറി കയറുന്ന വരും അള്ളാഹുവല്ലോ, സാരമില്ല. അപ്പോ ഹിന്ദ് വിടുന്നില്ല. ഹിന്ദ് പറഞ്ഞു നിനക്കൊരു കഴിവുണ്ട്, നിനക്ക് ഉന്നം തെറ്റാതെ ചാട്ടുളി എറിയാനുള്ളൊരു കഴിവില്ലേ? ലക്ഷ്യം എവിടെയാണോ അവിടെ തറപ്പിക്കാൻ കഴിയും പക്ഷിക്ക് ചാട്ടുളി എറിഞ്ഞാൽ. അതുകൊണ്ട് നീ നേരിട്ട് പടപൊരുതണ്ട, നേരിട്ട് വാൾ കൊണ്ട് വെട്ടണ്ട, ലക്ഷ്യം നോക്കി നിൽക്കുക. തക്കം കിട്ടുമ്പോൾ ചാട്ടുളി എറിയുക. ആരെങ്കിലും ഒരാളെ കൊന്നാൽ സ്വാതന്ത്ര്യം നിനക്ക് ഉറപ്പ് ഞാൻ തരുമെന്ന് പറഞ്ഞു പക്ഷിയോട്. പക്ഷി അപ്പ തീരുമാനിച്ചു, ആ പറഞ്ഞൊരു കാര്യമുണ്ട്, പറ്റുമെങ്കിൽ നോക്ക, ഇല്ലെങ്കിൽ വിടാ. അങ്ങനെ ഉണ്ടല്ല ഈ കാലഘട്ടത്തിൽ പുതിയാപ്പിളയായിട്ട് പെണ്ണിന്റെ പുറക്കേക്ക് പോകുന്ന അവളാടുണ്ട് എന്നുള്ള ഒരു ഉറപ്പിലുമല്ല. പറ്റിയെങ്കിൽ നോക്ക, ഇല്ലെങ്കിൽ പപ്സം ചായയും കുടിക്കുക. ഇതിന് പോകുന്ന കുറയാളുണ്ട്. അള്ളാഹു നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികളുടെ കൽബിൽ ദീനീ ബോധം നിറച്ചു കൊടുക്കട്ടെ. ഇതായിരുന്നു എപ്പോഴും ഞാൻ പറയുന്നൊന്നും ഇവിടെ അല്ലട്ടാ, ചോരാറങ്ങണം ഇൻഷാ അല്ലാഹ്. അപ്പോ പറ്റിയെങ്കിലും നോക്കാം, ഇല്ലെങ്കിൽ ശരി വിടാന്ന് വിചാരിച്ചിട്ട് വഷിയുടെ ചാട്ടുളി ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മുനയും 18 കുളത്ത് വന്നത്, ഒരു മുന ഫ്രണ്ടിൽ ഇങ്ങനെ തറച്ച് കയറാൻ വേണ്ടിയിട്ട്, അതിന് കുറച്ച് ബാക്കോട്ട് 18 കുളത്തുണ്ട് ഇങ്ങനെ പുറത്ത് ബാക്കിലോട്ട് എന്ന് പറഞ്ഞാൽ ഈ ചൂണ്ടയില്ല, ചൂണ്ടമുട. ഇത് ഒറ്റ മുന അങ്ങോട്ട് തറച്ച് കയറുക. പിന്നെ പറിച്ചിങ്ങനെ എടുക്കണമെങ്കിൽ ഈ 18 കുളത്തും കൊടുക്കും. എവിടെയാണോ തറച്ചത് അവിടെ കൊടുക്കും. ഈ മീന്റെ വായിൽ ചൂണ്ട കൊളുത്തിയിട്ടുണ്ട് ആ മോഡൽ. പിന്നെ അതിങ്ങനെ പറിച്ചെടുക്കണം. അതാവാണ് ചൂണ്ടയിൽ പിടിച്ച മീന് ചിലപ്പോ ലാസ്റ്റ് നോക്കുമ്പോൾ മീന് വായി ഉണ്ടാവില്ല, അമ്മ ഇലാക്കാക്കിയിട്ടുണ്ടാവും. അപ്പൊ ആ കോലത്തിലായിരിക്കും ഉണ്ടാവും ഇത് പറിച്ചെടുത്താല്. അപ്പൊ അങ്ങനെ ഒരു ചാട്ടുളി ഉണ്ടാക്കിയിട്ട് പക്ഷിയും കാത്തിരുന്നു. ചുരുക്കി പറയാം, നമുക്കിത് വേഗം തീർക്കണ്ടേ. പഴയ യുദ്ധാമത്ത് പറഞ്ഞിട്ട് തന്നെ തീർക്കണം. ഇപ്പൊ അത് ബോംബിട്ട് തീർക്കാം. അപ്പോ ഈ ആയുധത്തിൽ വശ്യം കാത്തുനിന്ന് യുദ്ധത്തിൽ പുറപ്പെടാനുള്ള ദിവസം അബൂ സുഫിയാൻ പ്രഖ്യാപിച്ചു. 3000-ഓളം വരുന്ന ഖുറൈശി ചെറുപ്പക്കാർ സർവായുധരായിട്ട് മക്കയിലെ വിശുദ്ധമായ കഅബാലയത്തിനടുക്കൽ വന്ന് ക്യാമ്പ് ചെയ്തു. ഇനി അവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ നേതാവ് വരാനാണ്. ആര്? അബൂ സുഫിയാൻ. അബൂ സുഫിയാനാണെങ്കിൽ അല്പസമയത്തിന് ശേഷം വരുന്നു. അബൂ സുഫിയാന്റെ വരവ് കണ്ടപ്പോ തന്നെ ജനങ്ങളൊന്ന് ഇളകി. അതൊരു വരവന്റെ അബൂ സുഫിയാന്റെ വരവ്. അബൂ സുഫിയാൻ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന്റെ യാത്രയാണ്. മുഹമ്മദിന്റെ അറുതി ഇതോടെ സംഭവിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്കെതിരെ ഒരു പുതുനാമ്പുമായിട്ട് അവൻ കടന്നു വരാൻ പാടില്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ പോകാൻ തയ്യാറാണ്. കഅബത്ത് കയറി ദ്വാരന്നിട്ട് പോകാം. ആര് പറഞ്ഞു? അബൂ സുഫിയാൻ. നാട്ടുകാർ പറഞ്ഞു, കഴിഞ്ഞോലം ദ്വാരന്നോലെ ദ്വാരക്കണ്ടാണ്. കഴിഞ്ഞ കൊല്ലം അബൂജഹൽ ദ്വാ ചെയ്ത പോലെ ദ്വാരന്ന തോക്കൽ ഉറപ്പാണ്. കാരണം എന്താണെന്നറിയോ? അബൂജഹൽ ബദറിന് പോകുമ്പോ ദ്വാരുന്നത് ഇങ്ങനെയാണ്. നായന ഹക്കോട് ബാത്തിൽ രണ്ടി ഇടകൾ തീരിന്തരുളിടുന്നി ഇന്ത ദിനം തനിലെ നമതിരുഭാഗം നിൽക്കുവതിൽ ഒരു കൂട്ടം ഹക്കുടയോ അവരാരുനെക്കറിയാം അവകളെ ഇതിൽ തീരിച്ച് ഹലാസിയ താക്കിടുന്നി പരനേ. അബൂജഹൽ ദ്വാരുന്നത് അതാണ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അബൂജഹൽ ദ്വാരുന്നു ബദറിന് പോകുമ്പോ. എന്താ ദ്വാരുന്നത്? ഇറയോനെ എന്ന് പറഞ്ഞ പടച്ചോനെ, ഇറയോനെ ഹാദൽ ബൈതുടെ നായനെ, ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ. കഅബാലയത്തിന്റെ ഉടമസ്ഥനാരാണ്? സാക്ഷാൽ അല്ലാഹുവാണ്. അബൂജഹൽ പറയാണ്, ഇറയോനെ ഹാദൽ ബൈതുടെ നായനെ, പടച്ചോനെ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ, ഞങ്ങളൊരു യുദ്ധത്തിന് പോവുകയാണല്ലോ. സത്യമാരുടെ പക്ഷത്താണെന്ന് എനിക്കറിയാം, അസത്യമാരുടെ പക്ഷത്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പടച്ചോനെ സത്യത്തെ നീ ജയിപ്പിക്കണം, അസത്യത്തെ നീ തോൽപ്പിക്കണം. അബൂജഹൽ എന്ന് പറഞ്ഞ കാര്യമില്ല, ദ്വാരുന്നത് ക്ലിയറാ. അല്ല പറഞ്ഞു, ശരി അബൂജഹലെ നീ ആടെ വന്ന് നിൽക്കാൻ കളിച്ചതാണ്. ഇതേ ബദറിലെ സംഭവം ദ്വാരന്ന് വാങ്ങിയ തോൽവി, ദ്വാരന്നിട്ട് വാങ്ങിയ തോൽവി. ദ്വാരന്നിട്ട് അങ്ങനെയല്ല, ഒരുത്തനല്ല ദ്വാരുന്നത്. പടച്ചോനെ എന്നെ MA യൂസുഫലിനെ പോലെ ആക്കണോ, പൈസക്കാരനാക്കണോ? ഈ ഫക്കീറായ മനുഷ്യൻ ദ്വാരുന്നു, പടച്ചോനെ എന്നെ MA യൂസുഫലിനെ പോലെ ആക്കണം. കുറെ കാലം ദ്വാരിച്ചിട്ട് ആയിട്ടില്ല, പിന്നെ മാറ്റി ദ്വാരുന്നു, പടച്ചോനെ എന്നെ അങ്ങനെ ആക്കുന്നില്ലെങ്കിൽ അയാൾ ഇങ്ങനെ ആക്കണോ? എന്തിന്റെ അസൂയ, എന്തിന്റെ പിരാതയൊക്കെ. MA യൂസുഫലി പൈസക്കാരനായതുകൊണ്ട് എത്ര മനുഷ്യന്മാർ ജീവിച്ചു പോകുന്ന അയാളെ കയ്യിൽ ജോലി ചെയ്തിട്ട്, എത്ര ആയിരക്കണക്കിന് വീട്ടിൽ എത്ര അടുപ്പ് തീ പൊന്തുന്ന ആ മനുഷ്യനെ കാരണം. അങ്ങനെയുള്ള മനുഷ്യന് ബർക്കത്ത് കൊടുക്കാനാണ് നമ്മൾ ദ്വാരക്കേണ്ടത്. മനുഷ്യന്മാർക്ക് ഗുണം ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ.
ദ്വാരന്നിട്ട് ഇരുന്ന് പോയ പോലെ പോണ്ടാണ്. അപ്പൊ അബൂസുഫിയാൻ പറഞ്ഞില്ല, നമ്മൾ മാറ്റി ദ്വാരക്കാണ്. അങ്ങനെ അബൂസുഫിയാൻ കഅബത്തിന്റെ ഉള്ളിൽ കയറി. കഅബത്തിന്റെ ഉള്ളില് ബിംബങ്ങൾ വെച്ചിട്ടുണ്ട്. ആരല്ലോ? ലാത്ത, ഉസ്സ, ഹുബലില്ല, മനാത്ത, പൊറാട്ട, ചപ്പാത്തി ഇതെല്ലാം ലൈനിൽ വെച്ചിന്. എല്ലാത്തിന്റെ അടുത്ത് പോയിട്ട് അബൂസുഫിയാൻ ഓരോരോ ബിംബത്തെ തൊട്ട് പിടിച്ചു. ലാത്തേ, ഉസ്സേ, ഹുബുല്ലയിലെ, മനാത്തേ, ഹുബുലുല്ലയും ആശ കേടുത്താതെയും നാശം വരുത്താതെയും തീർത്തു വിജയിക്കയും ലാത്തഹുബുലുല്ലയും ആശ കേടുത്താതെയും നാശം വരുത്താതെയും തീർത്തു വിജയിക്കയും ബദറിൽ ഒരുങ്ങി ഞങ്ങൾ എല്ലാം തകർന്നു തന്നിൽ ഇതിലും ചതി പറ്റിയ തകരും കുലദൈവങ്ങൾ ഒന്നിച്ചവരെ ചെണ്ട് ചൊന്ന് വ്യസനം പൂണ്ട് നീറി വ്യഥയിലാണ്ട് കേറി കബത്തിണ്ട്. അപ്പൊ ഞാൻ ഓരോ ബിംബത്തെ വിളിച്ചാണ് വരുന്നത്. ഓരോ ബിംബത്തോടും പറഞ്ഞു, ലാത്തേ, ഉസ്സേ, ഹുബുല്ലയിലെ, മനാത്തേ. നിങ്ങളോടൊക്കെ ദ്വാരന്നിട്ടാ കഴിഞ്ഞ പോലെ ഞങ്ങളെ നേതാക്കന്മാർ പോയത്. എന്നിട്ട് എന്താ കാര്യം? നിങ്ങളോട് ഇരുന്ന് ഉറങ്ങുപോയോ? ഇന്ന് നിങ്ങളോട് ദ്വാരന്നിട്ട് നമ്മൾ പോണത് ഞങ്ങൾ ജയിച്ചോളണം. ദ്വാരക്കുന്ന പോലെ ഇത് ഞങ്ങൾ ജയിച്ചോളണം. ജയിച്ചില്ലെങ്കിൽ അടിച്ച് പല്ലിച്ചളി. ഇവര് വല്യേക്കുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾ തോറ്റാൽ ഒരു സംഘം ഇവിടെ വരും. അതാരാവും? ഇവര് തോറ്റാൽ മക്കയിലേക്ക് കടന്നു വരുന്ന സംഘം ഏതാവും? അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് വന്നാൽ നിങ്ങളെ തകർക്കും. സത്യമാണത്. അബൂ സുഫിയാന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചതിന്റെ പ്രതിഫലമാണ് എന്തെന്ന് മക്കം ഫതഹിൽ സംഭവിച്ചത്. റസൂലിനെ കടന്നു വന്ന് കഅബ ഇറാക്കി. ഇതും പറഞ്ഞിട്ട് ഇറങ്ങുമ്പോ അബൂ സുഫിയാൻ ഇറങ്ങി വരുമ്പോ അബൂ സുഫിയാൻ കി ജയ് ഞങ്ങളങ്ങ് വിളിച്ച് ഓന്റെ വാ. അബൂ സുഫിയാൻ ഇറങ്ങി നടന്നത് ജനങ്ങളിങ്ങനെ നിൽക്കാണ്. ആ സമയത്താണ് ഒരു ബഹളം. നോക്കുമ്പോ കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ വരുന്നു. അബൂ സുഫിയാൻ ഇങ്ങനെ നോക്കി. മുന്നിൽ നടക്കുന്ന ഒരു പരിചയമുണ്ടല്ലോ, അല്ല എന്റെ ഓളന്നെ. പെണ്ണുങ്ങൾ വന്നിട്ട് കുറെ ദൂരെ നിന്ന് അബൂ സുഫിയാൻ ജനങ്ങളോട് പറഞ്ഞു, യാത്ര അയച്ചിട്ട് പോലും നമ്മുടെ ഭാര്യമാർ സ്നേഹം കൊണ്ട് ഇവിടുന്ന് കൂടി യാത്ര അയക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന്. എന്നിട്ട് അബൂ സുഫിയാൻ എല്ലാം പോയി ഹിന്ദോട് പറഞ്ഞു, എന്താ ഹിന്ദ, വീട്ടിൽ നിന്ന് നമ്മൾ എല്ലാം പറഞ്ഞിറങ്ങിയതല്ലേ, പിന്നെന്തേ? ഹിന്ദ പറഞ്ഞു, വീട്ടിൽ നിന്നെല്ലാം പറഞ്ഞിറങ്ങിയതന്നെ, എന്നാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നു. എന്തിന്? എന്തിനാ? നിങ്ങളെ നമുക്ക് പണ്ടേ അറിയാം. നിങ്ങൾ തോറ്റോടുമ്പോ നിങ്ങളെ പിടിച്ചിട്ട് അങ്ങോട്ട് തള്ളിക്കൊടുക്കാൻ ഞങ്ങളും കൂടെ വരുന്നത്. അബൂ സുഫിയാൻ പറഞ്ഞു, പൊന്നാര ഹിന്ദ, നീ ഗുൽമാലാക്കല്ല, നീ ആ പെണ്ണുങ്ങളെ കൂട്ടി പോയട്ടെ, നീ അതിന്റെ നേതാവ്. ഹിന്ദ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ നാണം കടാൻ നിൽക്കണ്ട, നമ്മൾ വരാൻ നിയത്ത് ചെയ്തു. ഫോൺ ചെയ്തല്ലേ അതങ്ങനെ ഉണ്ടാവും. ഇത് മുമ്പ് ഉസ്താദ് ലേലം വിളിക്കുമ്പോൾ പറഞ്ഞു, ലേലം കുപ്പിക്ക് ലേലം വിളിച്ചിട്ട് ആരോ 50-ന്റെ അപ്പുറം പോകുന്നില്ല. ഉസ്താദ് കുടുങ്ങി ഇതും കൊണ്ട്. സംഘാടകർ കണ്ണടിക്കുന്നു, വീട്ടില. അപ്പൊ പിന്നെ ഉസ്താദ് ആ കുടുങ്ങുമല്ലോ, ഇയാൾക്ക് സമ്മതിക്കാനും പറ്റത്തില്ല. ആരും വിളിക്കുന്നില്ല. അന്നേരം ചങ്ങായിക്ക് ഇതുപോലെ ഫോൺ വന്ന് വേറെ ആളെ നമ്പർ വെച്ചിട്ടാണ് വിളിച്ചതാണ്. ഇവൻ നമ്പർ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ അവസാനത്തെ നമ്പർ 756 98 95 23 786 എന്നാണ്. മറ്റോ ചോദിച്ചത് എത്ര ലാസ്റ്റ് 756 ഇവൻ ഒച്ചത്ത് പറഞ്ഞു. ഉസ്താദ് കേട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉസ്താദ് ഒരൊറ്റ സലാത്ത് 756 വിളിച്ച മനുഷ്യൻ അല്ലാഹുവിനെ നീ സ്വർഗ്ഗം കൊടുക്കണേ പറച്ചോനെ, ഇയാൾ രക്ഷപ്പെട്ടിട്ടേ വിളിക്കുന്നത്. അയാളാകെ ആ കുത്തിയിട്ട് ഞാൻ വിളിച്ചല്ലോ ഉസ്താദേ നമ്പർ ഉസ്താദ് കേൾക്കേണ്ട സലാത്തിന്റെ അടിയിൽ. അവസാനം ദ്വാരക്കുന്ന് തുടങ്ങിയപ്പോ ചങ്ങായി ഉറപ്പായി നമുക്ക് പേരത്തി കിട്ടും. അപ്പൊ ഓൻ വിളിച്ചു പറഞ്ഞു, എന്നാ പിന്നെ റീചാർജിനും കൂടി തരണേന്ന്. ഇങ്ങനെ ചിലതുണ്ടാവും. ഈ അതാ അതിപ്പോ നമ്മള് പള്ളി കണ്ടില്ലേ, പള്ളിന്റെ പുറത്തല്ലേ ഇത് വെച്ചിട്ട് സ്വിച്ച് ഓഫ് ആക്കുക അല്ലേ? എന്നാലും പള്ളിയിലെ സ്വിച്ചെല്ലാം വേണം ഓഫാക്കും, ഇത് ഓഫാക്കൂല.
അങ്ങനെ തന്നെയാണ് നിസ്കരിക്കാൻ വലിയ രസമല്ലേ. മുന്നിലൊരു വലിയ മൊബൈൽ അപ്പുറത്ത് എത്ര കണ്ടിട്ടില്ലേ? ഇതിങ്ങനെ വെച്ചിട്ട് ബേക്കെന്ന് നിസ്കരിക്കുമ്പോൾ അതിന്റെ ബേക്കെന്ന് നമ്മൾ നോക്കിയാൽ തോന്നും ഇവ മയ്യത്ത് നിസ്കരിക്കുന്നതാണ്. അത്ര വലുപ്പമുണ്ട് മൊബൈലിന്റെ വലുപ്പം. അപ്പൊ ഇവിടെ ഇത് പറഞ്ഞാൽ തീരൂല. അപ്പൊ ഇവിടെ ഹിന്ദു പറഞ്ഞു ഞങ്ങൾ വരുന്ന വെറുതെ നാണം കേട്ട് നിൽക്കണ്ടാണ്. അപ്പൊ അബൂ സുഫിയാൻ ഉറപ്പായി ഇതെന്തായാലും വരുമോ. അബൂ സുഫിയാൻ തിരിച്ച് ജനങ്ങളെടുത്ത് പോയിട്ട് പറഞ്ഞു, എടോ നമ്മുടെ ഭാര്യമാര് നമ്മുടെ കൂടെ വരിക, അവർക്ക് സന്തോഷമായിക്കോട്ടെ, നമുക്കൊരു സന്തോഷമാവല്ലേ, വന്നോട്ടല്ലേ. ഇപ്പൊ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു ഇവളുടെ ശരീരം ഒഴിവാകാനാ ഞാൻ ഈ യുദ്ധത്തിന് തന്നെ വരുന്നത്. കാരണം ഈ യുദ്ധത്തിൽ ഇവളത്ര ഇറങ്ങുന്നുണ്ടാവില്ല. അവസാനം ഇവിടെ കൂട്ടാൻ തീരുമാനിച്ചു. ഇവര് 3000-ഓളം വരുന്ന ഖുറൈശ് പടയാളികൾ സർവായുധരായിട്ടാണ്. എന്നിട്ട് അവര് പുറപ്പെട്ടു 3000-ഉം പിന്നീട് 80 നീഗ്രോ അടിമകൾ റസൂലുള്ളാഹിന്റെ ശത്രുതകളെ ഈ പെണ്ണുങ്ങളും 19 പെണ്ണുങ്ങളും ഇവരെല്ലാം കൂടി ഇവിടുന്ന് പുറപ്പെടുന്നത് ആരറിഞ്ഞില്ല? പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അറിഞ്ഞില്ല. റസൂലുള്ളാഹിക്കൊന്നും അറിയില്ലത്, കാരണം വഹി കിട്ടിയിട്ടില്ല. പക്ഷെ അന്ന് മക്കത്ത് താമസിക്കുന്ന റസൂലുള്ളാഹിന്റെ എളാപ്പയുണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു മുസ്ലിമാണ്. പക്ഷെ ശത്രുക്കൾക്ക് അറിയില്ല മൂപ്പര് മുസ്ലിമാണ്. മൂപ്പര് മുസ്ലിമായിട്ട് തന്നെ ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, നിർബന്ധിക്കപ്പെട്ടിട്ട്. ബദറിൽ പങ്കെടുക്കുകയും റസൂലുള്ളാഹിന്റെ അനുയായികൾ പിടിച്ചു വെക്കുകയും ചെയ്തു അബ്ബാസ് റളിയല്ലാഹുവിനെ. ഈ അബ്ബാസ് റളിയല്ലാഹുവിന് മോചനദ്രവ്യം നൽകിയിട്ട് തിരിച്ചു മക്കയിലേക്ക് വന്നത്. സാമ്പത്തികമായി ഒരു ബാധ്യതകൾ ഉള്ളതുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹുവിന്റെ വിശ്വാസത്തെ രഹസ്യമാക്കി വെച്ചിട്ട് മക്കത്ത് ജീവിക്കുന്നത്. അപ്പൊ ഈ മക്കയിൽ ജീവിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു ഇവരിരുന്ന് പുറപ്പെട്ടെന്ന് പറഞ്ഞപ്പോ ഒരു കത്തെഴുതി പുണ്യനബിക്ക്. എന്നിട്ട് തന്റെ അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നീ റസൂലുള്ളാഹിക്ക് പെട്ടെന്ന് കൊണ്ടുകൊടുക്കണം, എന്റെ കുട്ടിക്ക് നീ കൊണ്ടു കൊടുക്കണം. ആടിപ്പാടിയിട്ടാ വരിക, പെട്ടെന്ന് പോയിക്കോന്നാണ്. ഇയാള് വളരെ പെട്ടെന്ന് പോയി. ഇവരാട്ടും പാട്ടും കൂത്തുമായിട്ട് വരുന്നതിന് മുമ്പ് ഇയാൾ ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ കത്ത് കൊടുത്തു. പുണ്യനബി മദീന പള്ളിയിൽ ആ കത്ത് തന്റെ കത്തുവായനക്കാരനും കത്തെഴുത്തുകാരനുമായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. യാ സയ്യിദ് ഇഖ്റ യാ സയ്യിദ്. സയ്യിദ് കത്ത് വായിക്കുന്ന പുണ്യനബി സയ്യിദ് റളിയല്ലാഹു അൻഹു കത്ത് വായിക്കാൻ തുടങ്ങി. ഇക്കുറി പിന്നെഴുതിയിടുന്നേ ഇക്ക് മുഴുക്കെ കുലുക്കിക്കൊണ്ടിത തക്കത്തിൽ വൻപട ചേരുന്നേ. 3000-ഓളമുണ്ടവർ സർവായുധ കോപ്പ് കൂട്ടുന്നേ. ചിത്തം മുഴുക്കെ വൈരാഗ്യം തീർത്തിട്ട് ഒക്കെ യുവാക്കളെ കൂട്ടുന്നേ. ഒട്ടകമൽപുതലാസുണ്ട കൂട്ടത്തിൽ സുമിയത്തിന് എന്തും അറിവിത്ത് സുഫിയാനും ഖാലിദും ഇക്രിമയൊന്നിച്ച് യസ്രിബ് കൊല്ലും മരിക്കാൻ ഉറപ്പിച്ച് നിന്നെ പടമുന്നിൽ തന്നെ കുതുകൂലം പിന്നെ ഇന്നെ പോർവിളിയാ മുന്തി നീങ്ങിടലാൽ ചോര തിളച്ചിടുന്നേ അവർക്കുള്ളും വാളുകൾ വീശിടുന്നേ. വീശി വരുന്ന ഖുറൈശികളിലെ വാസറസൂലിനറിവിത്തേ. ശിശുജായികളൊക്കെ മുത്ത് റസൂലിന്റെ മുന്നിലുരവിത്തേ. ഇതാണ് കത്ത്. പുണ്യ നബിയോട് എഴുതാണ്, മോനെ ബദറിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് 3000-ഓളം വരുന്ന സർവായുധരായ ഖുറൈശി പടയാളികൾ മക്കയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അബൂ സുഫിയാനാണ് സർവ്വസൈനാധിപൻ, ഖാലിദും ഇക്രിമയുമാണ് ഉപസൈനാധിപന്മാർ. അവർ മദീനയിലേക്കാണ് വരുന്നത്. ഒന്ന് കരുതിയിരിക്കൽ നന്നാവും എന്നാണ് കത്ത്. ഈ കത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു വായിച്ചു കഴിഞ്ഞപ്പോ സഹാബത്ത് മുഴുവൻ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കി. കാരണം റമളാൻ കഴിഞ്ഞിട്ട്, വിശുദ്ധ റമളാൻ കഴിഞ്ഞിട്ട്, പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സഹാബത്തിന്റെ മുന്നിലേക്കാണ് കത്ത് വരുന്നത്. റമളാൻ കഴിഞ്ഞിട്ട്, പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒന്ന് സന്തോഷിച്ചിരിക്കുന്നവർ അവരുടെ മുന്നിലേക്കാണ് അബ്ബാസ് റളിയല്ലാഹു കത്ത്. നബി കത്തിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോ സഹാബത്തിനോട് പറഞ്ഞു, യാ സഹാബ, ബദറിന്റെ പ്രതികാരം എന്ന ഉഗ്രപ്രതിജ്ഞയുമായി ഖുറൈശികൾ ഇങ്ങോട്ട് വരികയാണ്. അവരെ മദീനയിൽ നിന്ന് നമ്മൾ എതിർക്കണോ, അല്ല മദീനയുടെ പുറത്തു പോയിട്ട് എതിർക്കണോ? യുദ്ധം ഉറപ്പ്. കാരണം അവർ നമ്മൾ ആക്രമിക്കാൻ വരുമ്പോൾ നോക്കി നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് തിരിച്ചടിക്കേണ്ടി വരും. നമുക്ക് ഒരു തിരിച്ചടി അനിവാര്യമായി വരും. അങ്ങനെ തിരിച്ചടി അനിവാര്യമായി വരുന്നുവെങ്കിൽ അത് മദീനയിൽ തന്നെ വേണോ, അത് മദീനയുടെ പുറത്ത് വേണോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യത്തെ അഭിപ്രായം പറഞ്ഞു, നബിയെ, റമദാൻ കഴിഞ്ഞിട്ടുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സദക്ക കൊടുത്തിട്ട് നമ്മളൊക്കെ എല്ലാവരും ഒന്നുമില്ലാത്തൊരു കോലത്തിലാക്കണം. ഈ സമയത്ത് യുദ്ധത്തിന് വേണ്ടി പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ ഭാരിച്ച സാമ്പത്തികമായ ഒരവസ്ഥ നമുക്ക് വരും. അത് ഒരുമിച്ച് കൂട്ടേണ്ടി വരും. ഇന്ന് മദീനത്ത് അല്പം ചിലരുടെ കയ്യിലല്ലാതെ ബാക്കിയുള്ളവരൊക്കെ പട്ടിണി പാപങ്ങളാണ്. അങ്ങനെ അതൊക്കെ ഒരുമിച്ച് കൂട്ടാന്ന് വലിയ പ്രശ്നവും നമുക്ക്. അതുകൊണ്ട് മദീനയിൽ തന്നെ നമുക്ക് നിൽക്കാം. അവരിവിടെ വന്നാൽ ഇവിടെ നിന്ന് പ്രതികരിക്കാം. നമുക്ക് ഇവിടെ നാടാകുമ്പോൾ നമുക്ക് ഏത് സാധനവും എപ്പോഴും ഒപ്പിച്ചെടുക്കാലോ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു.
ഇതേ അഭിപ്രായമാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, പ്രഗൽഭരായ സഹാബികൾ മുഴുവൻ ഇത് പറഞ്ഞു. അപ്പൊ ഈ ബദറിൽ പങ്കെടുക്കാത്ത കുറെ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് ഇങ്ങനെ പിരിമുറുക്കം തുടങ്ങിയിട്ടുണ്ട്. ഇവര് വരുന്നവരെ എന്തിനീ കാത്തു നിൽക്കുന്നു? വരുന്ന ബൈക്ക് പോയിട്ട് കൊടുക്കണം, അതാ പരിപാടി. പക്ഷെ അത് നേരിട്ട് പറയാനൊരു പേടി റസൂലുള്ളാഹിക്ക്. നബി രണ്ടാമട്ടും ആവർത്തിച്ചു, പറ മദീനത്ത് നിൽക്കണോ മദീനയുടെ പുറത്തു പോകണോ? ആരുമുണ്ടെന്നില്ലെന്ന് കണ്ടപ്പോ വീണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ അത് താങ്ങുകയും ചെയ്തു. മൂന്നാമട്ടും റസൂൽ ആവർത്തിച്ചു, എല്ലാരും പറ, എന്താ ചെയ്യേണ്ടെന്ന് പറ. അൻസാരികളും മുഹാജിറുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാരും പറയാൻ പറഞ്ഞു. അൻസാരികളിൽപ്പെട്ട പലരും പറഞ്ഞു, റസൂലെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞേ തന്നെ ഞങ്ങളെ അഭിപ്രായം ഉണ്ടെന്ന്, നമുക്ക് അവിടെ പ്രശ്നമാക്കണ്ടാവും. അത് പറഞ്ഞപ്പോ സദസ്സിന്റെ ബാക്കിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു, യാ ഇബ്നു ഖുഹാഫ. അബൂബക്കർ സിദ്ദീഖിനെ അങ്ങനെ വിളിക്കുക, ഇബ്നു ഖുഹാഫ റളിയല്ലാഹു അൻഹു. യാ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ ഖുറൈശികൾ വരുന്നുവെന്ന് കേൾക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടോ? യാ റസൂലല്ലാഹ്, വാൾ പിടിച്ച് തടംപുറ്റ കൈയായത്, അവരുടെ പേര് കേൾക്കുമ്പോൾ തരിക്കുന്ന കൈ. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വരുന്ന ആ വൃത്തികെട്ടവന്മാരെ തകർത്ത് തരിപ്പണമാക്കാൻ എന്റെ കൈക്കും എന്റെ കൽബിനും കരുത്തുണ്ട്. അതുകൊണ്ട് മദീനത്ത് നിൽക്കണ്ട, മദീനയുടെ പുറത്തു പോകണമെന്നാണ് എന്റെ അഭിപ്രായം. ഇത് മറ്റാരുമല്ല പറഞ്ഞത്, മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ അളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ചെറുപ്പക്കാരിലെ കൂടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞ നമ്മളെ അഭിപ്രായം. ചെറുപ്പക്കാര് ഹംസ റളിയല്ലാഹു അൻഹു പിന്താങ്ങി. അപ്പൊ രണ്ട് ഗ്രൂപ്പായി. ഒരു വിഭാഗം മദീനത്ത് നിൽക്കാമെന്നും ഒരു വിഭാഗം മദീനത്ത് പുറത്തു പോവാം. അപ്പൊ റസൂൽ പറഞ്ഞു, തർക്കം വേണ്ട, തർക്കം ഇബ്ലീസിന്റെ മാർഗമാണ്, നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും, തർക്കം വേണ്ടെന്നോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വോട്ട് നടത്താം. വോട്ട് ഇലക്ഷൻ വരാൻ പോകുന്നു, വിരലെല്ലാം കൈകി വെച്ചോ. എന്താ ഇലക്ഷൻ നടക്കാൻ പോണ്. നമുക്ക് ഈ ജനാധിപത്യം ഇന്ത്യയിലല്ല തുടങ്ങിയത്, മദീനയിലാണ് തുടങ്ങിയത്. മുഹമ്മദ് മുസ്തഫ അവിടെ തുടങ്ങിയിട്ടുണ്ട് ജനാധിപത്യം. പക്ഷെ അവിടെ സത്യസന്ധമായ വോട്ടിംഗ് കേട്ടാ, നമ്മളെ വോട്ടല്ല. നമ്മൾ കള്ള വോട്ട് ചെയ്ത് തളർന്നിട്ട് എണീച്ചിട്ട് പിന്നെയും ചെയ്യൂ. എന്ത് വോട്ട് യാ റബ്ബേ, ഭയങ്കര വോട്ടാ. ഐഡന്റിറ്റി കാർഡ് അങ്ങനെ വെച്ചുകൊടുത്താല് ഫോട്ടോ കണ്ടാൽ തിരിയും ചെയ്യില്ല. അപ്പൊ അങ്ങനെ ആധാറിലെല്ലാം ഉണ്ട് ഒരു ഫോട്ടോ, നോക്കിയിട്ടില്ല. ആ ഫോട്ടോ അറിയാണ്ട് നോക്കി കാണിച്ചു കൊടുത്തു നോക്കി, ഇതാരാന്ന്? ഓള് പറയും കൊരങ്ങൻ. ഇവിടെ വോട്ട് നടപ്പിൽ വെത്താൻ പോവാണ് മദീനയിൽ. സ്ഥാനാർത്ഥികളൊന്നുമില്ല, രണ്ട് ഗ്രൂപ്പാണ്. മദീനയിൽ നിൽക്കുന്നവർ മദീനയിൽ പുറത്തു പോകുന്നത്. വോട്ട് ചെയ്തു, പുണ്യനബി വോട്ടെണ്ണി ജയിച്ചത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ മദീനയുടെ പുറത്തു പോയി യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. ചെറുപ്പക്കാർ അടിച്ചോളിച്ച് യുദ്ധം ചെയ്തു, അല്ല വോട്ട് ചെയ്തു. വോട്ടെണ്ണി അവർ ജയിച്ചു എന്ന് കണ്ടപ്പോൾ നബി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇങ്ങനെ എന്നെ നോക്കുന്നു, ഇപ്പം പോട്ടണമെന്ന് വിചാരിച്ചിട്ടാ. ഇന്ന് വെള്ളിയാഴ്ച നമുക്ക് അറിയായിട്ടല്ല, പക്ഷെ അന്നത്തെ കാര്യം നിങ്ങൾ നോട്ടം കാണാൻ തോന്നി. എന്നെ കൂടി എന്നെങ്ങനെ നോക്കിയത്, ഓനെ നോക്കിയാൽ പിന്നെ കണക്കായിട്ടുണ്ടാവും. അതാ വന്നിട്ട ബിസ്ക്കറ്റ് വന്ന്, കാപ്പി ബിസ്ക്കറ്റും വന്ന പടച്ചോനെ എന്നാ കുടിക്ക്. ഉപ്പാനോട് തെറ്റിയിട്ട് ഷാഫി എന്ന് പറയുന്ന ഒരു ചക്കൻ നാട് വിട്ടിട്ട് വണ്ടിയിൽ പോയി കുത്തിയിരുന്നു, ട്രെയിനിൽ ഇന്ന് ടിക്കറ്റ് എടുത്തിട്ട്. അപ്പൊ ഇവങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പടച്ചോനെ ഞാനെന്തിനാ റബ്ബേ ഉപ്പാനോട് തെറ്റിയേ, ഷേ ഇനിയിപ്പോ ഇറങ്ങും ചെയ്തതിന് ഉപ്പ വിളിക്കാണ്ട് തിരിച്ചോക്ക് നാണക്കാടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് പുറത്തുനിന്ന് വിളിക്കുന്നു, ഷാഫി പുറക്ക് പോടാ. അള്ളാ രക്ഷപ്പെട്ടു. ഉപ്പ വിളിച്ച് ചാടി പുറത്തിറങ്ങുമ്പോ ഉപ്പയല്ല, കാപ്പി പരിപ്പോടാ. ആ ബിസ്ക്കറ്റ് അണ്ണാക്ക് കയറിപ്പോല. അടച്ചോന്
അബൂ സുഫിയാൻ ആ സംഘം പുറപ്പെടുന്നതിന് മുമ്പ് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമായിട്ട് ഒരുക്കം തുടങ്ങാൻ റസൂൽ പറഞ്ഞു, ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ച ജുമഅക്ക് വരുമ്പോ ആയുധങ്ങൾ അണിഞ്ഞുകൊണ്ട് മദീന പള്ളിയിലേക്ക് വരണം. വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വീട്ടിലേക്ക് പോക്കല്ലേ, യുദ്ധം കഴിയാതെ. ഒന്നുകിൽ നമ്മൾ ജയിച്ചിട്ട് അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങ് കണ്ടുമുട്ടും. സഹാബാക്കൾക്കൊക്കെ ഭയങ്കര ആവേശമായി. അങ്ങനെ അന്നത്തെ വെള്ളിയാഴ്ച ജുമ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ കിട്ടാവുന്ന ആയുധങ്ങളും അണിഞ്ഞുകൊണ്ട് സഹാബത്തിൽ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. ജുമ കഴിഞ്ഞു, അവിടെ ഇരുന്നു. അവർ യോദ്ധാക്കളായി 1000-ഓളം പേരാണ് യുദ്ധത്തിൽ ഇറങ്ങാൻ പോകുന്നത്. അവരൊക്കെ അവിടെ ഇരുന്നു. ബാക്കിയുള്ളവർ മുഴുവൻ അവരുടെ യാത്രക്ക് വേണ്ടിയിരുന്നു. ജുമ കഴിഞ്ഞ് പുണ്യനബി ആയിഷ ബിബിയുടെ വീട്ടിലേക്ക് കയറി. ഇന്നത്തെ ഉജ്റത്ത് ഷരീഫ് എന്ന റൗള ഷരീഫിലേക്ക് അവിടെ പോകാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ, സലാം പറയാൻ ഭാഗ്യം നൽകട്ടെ. അവിടെ കയറി പുണ്യനബി സഹാബത്തെ മേറാബിലേക്ക് നോക്കിയിരിക്കുന്ന റസൂലുള്ളാഹിന്റെ വരവ് നോക്കിയിട്ട് റസൂൽ ആയിഷ ബിബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് റളിയല്ലാഹു അൻഹ. ഇറങ്ങി വരുമ്പോൾ അവർ കണ്ട കാഴ്ച, 2 പടയങ്കി നബി ഇട്ടിട്ടുണ്ട്. ഒരു പടയങ്കിയാണ് ബദറിൽ ധരിച്ചത്. എന്നാൽ ഉഹദിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ തന്നെ 2 പടയങ്കി, ഒന്നിന്റെ മേൽ ഒന്നുകൂടി ഇട്ടു. എന്നിട്ട് മിഹ്റാബിൽ വന്ന് നിന്നു. എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, അയ്യുൽ ഇഖ്വാൻ യാ സഹാബ, ഞാൻ നിങ്ങൾക്ക് ഒരു കിനാബിന്റെ കഥ പറഞ്ഞു തരാം. ഇന്നലെ രാത്രി ഞാനൊരു കിനാബ് കണ്ടിട്ടുണ്ട്. സഹാബത്ത് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കി. ആ കിനാബ് കണ്ടത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന സഹാബത്തിന്റെ കൽബിലേക്കാണ് ഇടിവെട്ടും പോലെ പുണ്യനബി പറഞ്ഞു കൊടുത്തത്. ഞാൻ കണ്ടത് ഇതാണ്. എന്റെ ദുൽഫുക്കാറ് പൊട്ടി, അതു കേട്ടപ്പോൾ എല്ലാരും ഞെട്ടി. എന്റെ ദുൽഫുക്കാറും പൊട്ടി, അതു കേട്ടപ്പോൾ എല്ലാരും ഞെട്ടി. പക്ഷികളും അറുക്കപ്പെട്ട വാർത്ത അവരിൽ റസൂലുള്ളാഹി അന്നോതി. കാര്യമോതിടുന്നവർ ചേതി. മുത്ത് റസൂലുള്ളാഹി ചൊല്ലിയൊരു സ്വപ്നം എന്റെ സഹാബോരിൽ, നല്ല അനുചരരായോരിൽ. സത്യമതിൻ പിന്നിലെന്തോ ഒന്നുണ്ടെന്നറിയും അഹ്ലോരി. നബിയോതി അതു ചേരി. പുണ്യനബി അവരോട് പറഞ്ഞു, ഞാൻ കണ്ട കിനാവ്, ഞാൻ ഉപയോഗിക്കുന്ന എന്റെ വാളിന്റെ മുനപൊട്ടി. വാളിന്റെ മുനപൊട്ടിപ്പോയി. ഒരു മലഞ്ചെരുവിൽ ഒരുപാട് പക്ഷികളെ അറുത്തു കൂട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ കണ്ട കിനാവ്. ഇത് പറഞ്ഞപ്പോ തന്നെ ഇന്നലെ മദീനയിൽ നിന്ന് പുറത്തു പോകണ്ട എന്ന് പറഞ്ഞ സഹാബാക്കൾ, അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ളവർ മെല്ലെ സദസ്സിന്റെ ബാക്കിലോട്ട് വലിഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരോട് പോയിട്ട് പറഞ്ഞു, പുണ്യനബിക്ക് മദീനത്ത് നിൽക്കാനായിരുന്നു താല്പര്യം, മദീനത്തേക്ക് പുറത്തു പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചതുകൊണ്ടാണ് പുറത്തേക്ക് പോകാൻ വേണ്ടി താല്പര്യപ്പെട്ടത്. ഇനി ആ അഭിപ്രായം മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റൂല. റസൂലുള്ളാഹിന്റെ കിനാവ് നിങ്ങൾ കണ്ടില്ലേ? ഒരു വലിയ അപകടം നമുക്ക് സംഭവിക്കുമെന്നാണ് അതിന്റെ സൂചന. അതുകൊണ്ട് ഇനി നിങ്ങൾ പറ നബിയോട് പോകേണ്ടത്. ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ശത്രുവിന്റെ പേര് കേട്ടപ്പോ ഞങ്ങളുടെ കൽബ് ഈമാൻ കൊണ്ട് തുടിച്ചുപോയി. അതുകൊണ്ടാണ് പുറത്തിറങ്ങാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെ നിൽക്കാനാണോ താല്പര്യം? ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല, നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പൊ നബി പറഞ്ഞു, ഏതൊരു പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനിച്ച കാര്യത്തിൽ പിൻവലിക എന്നത് പ്രവാചകന്മാർക്ക് യോജിച്ചതല്ല, പ്രത്യേകിച്ച് എനിക്ക്. അതുകൊണ്ട് വരുന്നത് അള്ളാഹുവിന്റെ വിധി പോലെ വരും, നമ്മൾ ഇറങ്ങും. അങ്ങനെ അന്നത്തെ ജുമ കഴിഞ്ഞു. മഹാനായ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിനാബിന്റെ അർത്ഥവും പറഞ്ഞു കൊടുത്ത്, കിനാബും പറഞ്ഞു കൊടുത്ത് അവർ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പുണ്യനബി ബദറിലേക്ക് ചെയ്ത പോലെ 3 കൊടികൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആ 3 കൊടികൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് വിതരണം ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കൊടിയെടുത്തിട്ട് മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. ബദറിലും മിസ്അബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ തന്നെ കൊടി പിടിച്ചത്. പൊങ്കും തിരുകരമാലുണ്ടാമ നബി തൻ തോള മിസ്അബിലേന്താ. അവരത് തനൈ പിടിച്ചെയ്താറ്റൽ മുമ്പിലെ നിലയാകെ. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജാൻ നേരം വളർക്കൊടി മൂണ്ടെന്ന് കെട്ടിടയതിലുണ്ട്. ആ
അബിയത് വർണ്ണമതാം പിൻരണ്ടും അസുവതുമാവേ. ഒരു കൊടിയെടുത്തിട്ട് മിസ്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. മിസ്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് മിസ്ബിനോട് മുന്നിൽ പിടിക്കാൻ പറഞ്ഞു. കൊടി പിടിക്കാൻ പറഞ്ഞിട്ട് ഉടനെ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അലി റളിയല്ലാഹു അൻഹു, മിസ്അബിന്റെ കയ്യിൽ നിന്ന് കൊടി വീണാൽ ആ കൊടി നിങ്ങൾ എടുക്കണം. ബദറിലേക്ക് പുറപ്പെടുമ്പോ കൊടി കൊണ്ടുവന്നിട്ട് സഹാബത്തിന് 3 കൊടി കൊടുത്ത കൂട്ടത്തിൽ ഒരു കൊടി, നമ്മളെ ചുരുക്കി പറയാം, ഒരു കൊടി എടുത്തിട്ട് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കാൻ. മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടി കൊടുത്തിട്ട് ഈ കൊടി എന്റെ നേരെ മുന്നിൽ പിടിച്ചോന്നു, നേരെ മുന്നിൽ പിടിക്കണമെന്നോ. എന്നിട്ട് കൊടി കൊടുത്തോണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട്, അലിയാരെ, മിസ്അബിന്റെ കയ്യിൽ നിന്ന് കൊടി വീണാൽ ആ കൊടി നിങ്ങളാ പിന്നെ എടുക്കേണ്ടത്. അപ്പൊ മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞത് മിസ്അബ് റളിയല്ലാഹു അൻഹു മനസ്സിലായിട്ടുണ്ട്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? മിസ്അബിന്റെ കയ്യിൽ നിന്ന് കൊടി വീണാൽ അലി റളിയല്ലാഹു അൻഹുവിനോട് കൊടിയിറക്കാൻ പറഞ്ഞു. അപ്പൊ മിസ്അബ് റളിയല്ലാഹു അൻഹു ഉറപ്പിച്ചു, എന്റെ കയ്യിൽ നിന്ന് കൊടി വീഴണമെങ്കിൽ ഞാൻ ഷഹീദാവണം, ഞാൻ മരിക്കണം. ഞാൻ ഷഹീദായാലേ എന്റെ കയ്യിൽ നിന്ന് കൊടി വീഴും. അപ്പൊ ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദാവൂന്ന് ഉറപ്പായി. ആർക്ക്? മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു. മിസ്അബ് അന്നേരം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സ്തുതി, പുഞ്ചിരിച്ചു, സന്തോഷിച്ചു. നമ്മളാങ്കിലോ നമ്മക്കായി ഇത് തിരിഞ്ഞെങ്കിൽ ഉടനെ കൊടി കൊടുക്കും. അലി ഒന്ന് പിടിച്ചത് എന്റെ ഓക്ക് സുഖൂലാന്ന് പറഞ്ഞു, ഞാൻ ഇപ്പം വരട്ടാ, ഞാനവിടെ എത്തിക്കോളാം, അപ്പൊ നിങ്ങളങ്ങ് വിട്ടോ, ഉടനെ കൊടുക്കും. ഇവിടെ മിസ്അബ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, മരിക്കാൻ പോവാൻ ഉറപ്പ്. പിന്നെ ഒരു ആവേശമായി മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്. കാരണം എന്താ? പിന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇനി കുറച്ച് സമയമുള്ളൂ. സ്വർഗലോകമെന്ന സുന്ദര ഭവനം കാണാൻ ഇനി എനിക്ക് അല്പം സമയമേ ബാക്കിയുള്ളൂ. സന്തോഷത്തിന് അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ, പടച്ചോൻ നമ്മളെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. മറ്റു സംഭവങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. നേരെ നമുക്ക് അങ്ങ് പോവാം യുദ്ധത്തിലേക്ക്. ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ അസ്ർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സഹാബത്തോട്ട് ഒരു മരുഭൂമിയിലിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ അല്പം ഒന്ന് വിശ്രമിക്കാൻ ഇരുന്ന റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഒരു ചങ്ങായി മെല്ലെ എണീച്ച് വന്നു. 1000 ആൾക്കാരാണ് ഈ ഇറങ്ങിയത്. 1000 ആളാണ് ഇസ്ലാമിക യുദ്ധത്തിന് വേണ്ടി ഓഹദ് യുദ്ധത്തിലേക്ക് മുസ്ലിം സൈന്യത്തിൽപ്പെട്ടവർ പുറപ്പെട്ടത്. ഇതിൽ ഒരാൾ എഴുന്നേറ്റിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. വഅലൈക്കും സലാം. നബിയെ, നമ്മൾ യുദ്ധത്തിന് പോകല്ലേ? അതെ. യുദ്ധത്തിന് പോയാൽ വെട്ടുകിട്ടൂലേ? ഉറപ്പല്ലേ? എന്തേ? വെട്ടിട്ടാല് മരിക്കൂലേ? എന്താ? എനിക്ക് പേടിയാണ്. യുദ്ധത്തിനിറങ്ങിയിട്ട് പേടിയാന്ന്. യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിട്ട് പേടി. ഇത് കുതിരത്തിന്റെ പേടിയല്ലേ? അങ്ങനെ ചില വിഡ്ഢികളുണ്ട്. ഒരു പെണ്ണ് കിണറിൽ തുള്ളിച്ചാകാൻ വേണ്ടി പോന്ന് രാത്രി പുറക്കുന്ന പുരോർ നോക്കുമ്പോ കിണറിൽ തുള്ളിയിട്ട് ചാകാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കില് ഭയങ്കര മഴ. എന്റെ കൊടിയെടുത്തിട്ട് പോയി അർത്ഥം വരെ. ഏതായാലും ഈ പകയത്ത് കിണറിൽ തുള്ളുക വേണ്ട, നഞ്ഞുപോലെ കൊടിയെടുത്തിട്ട് വരാന്താ. അപ്പോ യുദ്ധത്തിനിറങ്ങിയിട്ട് വന്നിട്ടാ പറയണത് എനിക്ക് പേടിയാന്ന്. അപ്പൊ നബി പറഞ്ഞു, നിനക്ക് മദീനത്തെന്ന് പറഞ്ഞുകൂടായിരുന്നു? അല്ല, അവിടെ നിന്ന് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ അന്നേരം അങ്ങനെ പേടി ഉണ്ടായിട്ടില്ല. ഇങ്ങോട്ട് ബെന്തോറ് പേടി കൂടി വരുന്ന. ശരി, നീ പോയിക്കോ. നിനക്കങ്ങനെ പേടിയുണ്ടെങ്കിൽ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടിട്ട് തിരിച്ചുപോക്ക് ബന്ധോഷത്തിൽപ്പെട്ടതാ. നീ തിരിച്ചു പോയിക്കോ. അപ്പം പറഞ്ഞു, ഞാൻ മാത്രമല്ല നബിയെ, കുറേ പേടിത്തൊണ്ടന്മാരെ പ്രസിഡന്റാ ഞാൻ. അപ്പൊ അതൊക്കെ ആരെല്ലാന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ വിളിക്കാൻ തുടങ്ങി ഓരോരുത്തരെ. എനിക്ക് പേടിയില്ലടോ. അവൻ പറഞ്ഞു, ഇല്ലെന്നാ ഇത്ര സമയമായി പേടിച്ചിരിക്കുന്നു. എനിക്കോ? എനിക്ക് കഴിച്ചല്ലോ വന്നിനി. നീയോ? ഞാൻ പേടി വരാൻ വേണ്ടി കാത്തു വെക്കുന്നു. നീയോ? ഞാൻ വന്നിട്ടിരിക്കുന്നു. വിളിച്ചു കൂട്ടീൻ 300 ആൾക്കാര്. 1000 ആള് പുറപ്പെട്ടതിൽ ഇവന്റെ കൂടെ 300 എണ്ണം. ഇവനാരാളെന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന കപടവിശ്വാസികളുടെ നേതാവ്. കപടവിശ്വാസിയാകാനൊക്കെ വലിയ കാരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല. ഉബയ്യ് ഇബ്നു സുലൂൽ കണക്ക് കൂട്ടിയത്, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട നമ്മൾ ഒന്നിച്ചൊരു 5-10 ആള് ടൂറിന് പോകുമ്പോ ബൈക്കെത്തിയപ്പോ കുറച്ചൊരു 5-6 ആള് നമ്മൾ വരുന്നില്ലപ്പാന്ന് പറഞ്ഞിട്ട് കുറച്ചാൾ തിരിച്ചു പോയാൽ
ഈ ബാക്കിയുള്ള ആൾ ടൂർ പോയിട്ടും കാര്യം ഉണ്ടാവില്ല, അവർക്ക് ആവേശമൊന്നും ഉണ്ടാവില്ല. അത് പിന്നെ അലാക്കാലുണ്ടാകുക. ആ ഒരു മാനസികമായ ഒരു അവസ്ഥ കണക്ക് കൂട്ടിയിട്ടാണ് ഉബയ്യ് ഇബ്നു സലൂൽ പിൻവലിഞ്ഞത്. കപടവിശ്വാസികളുടെ നേതാവ്, നരകത്തിന്റെ അടിത്തട്ടിലേക്ക് കടന്നു പോകുന്നവൻ. ഈ 300 തിരിച്ചുണ്ട് മുനാഫിക്കുകൾ. ഇവര് പോയി, മുനാഫികൾ 300 തിരിച്ചുപോയി. ഇനി 700 ബാക്കി. റസൂൽ അവരെ കൂട്ടിയിട്ട് നടന്നു. ഷീഖൈനി എന്ന കുന്നിന്റെ അടുത്തെത്തി. ഷീഖൈനി എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ മക്കത്തെ മദീനത്തൊക്കെ പോയി ഒരുപാട് കുഞ്ഞു കുഞ്ഞു മലകൾ കാണും. അങ്ങനെയുള്ള 2 മലയുടെ ഇടഭാഗത്താണ് ഷീഖൈനി, 2 കുന്നുകളുടെ ഇടയിലുള്ള സ്ഥലം. അവിടുത്തെ നബി പറഞ്ഞു, നമ്മൾ ഇന്നിവിടെയാണ് വിശ്രമിക്കുക എന്ന് പറഞ്ഞു. മഗ്‌രിബിന് അടുത്ത സമയം, മഗ്‌രിബായിട്ടില്ല, സൂര്യൻ അസ്തമിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇന്ന് വിശ്രമിക്കും. ആരൊക്കെയാണ് ഇനി ബാക്കിയുള്ളത് നോക്കി നബി. കാരണം 300 പോയല്ലോ. ഈ 300 പോയപ്പോ തന്നെ സഹാബാക്കളാകെ ടെൻഷനായിട്ടുണ്ട്. പടച്ചോനെ, ആകെ 1000 പുറപ്പെട്ടാൽ 300 പോയി, അവര് 3000 ആളുണ്ട് എന്നാ പറയണത്. അപ്പോഴും പിന്നെ ഒരു ആവേശമുണ്ട്. എന്ത്? ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ അതിജയിച്ച ബദർ നമുക്ക് മുന്നിലുണ്ട്. അവൻ നബി ഇങ്ങനെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ നോക്കുമ്പോ 10-13 കുട്ടികൾ യുദ്ധത്തിന്. 13 കുട്ടികൾ പാളല്ലായിട്ട് ചെറിയ പിള്ളേർതായി ഇവരെ പോലത്തെ കുട്ടികൾ വാളുമായിട്ട് യുദ്ധത്തിന്. നബി അരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, കുട്ടികൾക്ക് യുദ്ധം നിർബന്ധമില്ലല്ലോ. കുട്ടികളെ കൊണ്ടുപോയി യുദ്ധക്കളത്തിൽ വേട്ടയാടിപ്പിച്ചവരെന്ന പേര് ദോഷം എനിക്ക് വരാനാണോ? അതുകൊണ്ട് കുട്ടികൾ 4 യുദ്ധത്തിന് വേണ്ട നിങ്ങളൊക്കെ തിരിച്ചു വരണം. ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവരെ മുഴുവൻ നിങ്ങൾ ഒരേ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ മതി. ഈ 10-13 കുട്ടികളെ കൂട്ടി മൂപ്പര് പോവാണ്. ആര്? ഈ സഹാബി പോവാണ്. ഈ പുല്ലറ പെറുക്കൊണ്ടാക്കാൻ വേണ്ടി യുദ്ധത്തിൽ. നമ്മളെ മക്കൾ ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ ആവേശത്തിൽ ഇറങ്ങുന്ന പോലെ ഇവർ യുദ്ധത്തിൽ ഇറങ്ങി. ഭയങ്കര ആവേശം. ഇപ്പൊ കളിക്കന്നല്ല മോനെ ആവേശം, അല്ലേ? കളി തന്നെയല്ലേ? എന്തല്ല കളി? ക്രിക്കറ്റ്, ഫുട്ബോള്, കബഡി, പിന്നെ ബാഡ്മിന്റല്, എല്ലാം അറിയാം. 5 വക്ത് നിസ്കാരം പറഞ്ഞു മോനെ. 5 വക്ത് നിസ്കാരത്തിന്റെ പേര്. വോളിബോൾ. 5 വക്ത് നിസ്കാരത്തിന്റെ പേര് പറഞ്ഞു. 5 വക്ത് നിസ്കാരത്തിന്റെ പേര് കിട്ടുന്നില്ല, അല്ലേ? ഇതവസ്ഥ. ഇപ്പൊ ഞാൻ ഇത് സമയത്തേറ്റാ ഈ കത്തി പുസ്തകത്തിന്റെ ബേക്കിൽ മൗമൂമികൾ ആരെല്ലാന്നറിയോ നിങ്ങള്? ജമാഅത്ത് നിസ്കരിക്കാൻ നിൽക്കുന്ന മൗമൂമികൾ ആരെല്ലാം പറഞ്ഞുതരാം. മെസ്സി, നെയ്മർ, സുവാരസ്, റൊണാൾഡോ, കോഹ്ലി, സച്ചിൻ, പിന്നെ ശിഖർ ധവാൻ, പിന്നെ ആരാമോനെ? റൊണാൾഡോടാ. വെറ്റ്. പിന്നെ ഇത് എന്താ കാരണം അറിയാം? ഇത് കുട്ടിയൊക്കറിയാം. 25 പ്രവാചകന്മാരുടെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. 4-5 അപ്പുറം അറിയില്ല. ഇത് 100 പറഞ്ഞാൽ പിള്ളേർ പറയും. എന്ന് പറഞ്ഞാൽ ഈ ബേക്കറി നിൽക്കുന്ന പിള്ളേര് ഇവരിടുന്ന ബനിയന്റെ ബേക്കില് ഇവര് വേൾഡ് താരങ്ങളുടെ ഫോട്ടോ ആണ്. ഇവര് നിസ്കരിക്കാൻ കൈയ്യട്ടെ, അതെല്ലാം രസം. അതിന്റെ ബേക്കിൽ നമ്മൾ വരുമ്പോ രസം. നമ്മൾ കൈയ്യട്ടാൻ നോക്കുമ്പോ മുമ്പിലെ ചെക്കന്റെ ബനിയൻ വന്ന് മെസ്സി നമ്മളോട് ഏടിയാ നമ്മ നന്നാക്കുക. ഉറപ്പ് നമ്മ നന്നാവില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. കളി തന്നെ കളി 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 എന്ന ചിന്ത ഓവറായി വരുന്നൊരു കാലം നിങ്ങളിലേക്ക് വരുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്ത് 2ാം സ്ഥാനത്തും കളി 1ാം സ്ഥാനത്തും വെക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് വരും. പുണ്യനബി വളരെ മനോഹരമായിട്ട് പറയുന്നു, അങ്ങനെ ഒരു സമൂഹം നിങ്ങളിലേക്ക് വന്നാൽ ആ സമൂഹത്തിനിടയിലേക്കാണ് പടച്ചതമ്പുരാൻ ദജ്ജാലിനെ പറഞ്ഞയക്കുക എന്ന് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കുക, ചിന്തിക്കുക. വരാൻ സമയമായി. ദജ്ജാൽ വണ്ടി സ്റ്റാർട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം വരും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. ദജ്ജാൽ ഇല്ലാന്നൊന്നും വിചാരിക്കണ്ട. ദജ്ജാൽ രണ്ടനുണ്ട്. അതല്ല, ദജ്ജാല് വരും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ ഈ കുട്ടികളങ്ങ് പറഞ്ഞയക്കണ കൂട്ടത്തില് Subscribe this channel Flash Media.